എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവരി വൺ. ഇന്ന് നമ്മുടെ 6 days മെന്റൽ ഹെൽത്ത് വെബിനാറിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ സെഷൻ നമുക്കൊരു പ്രേയറോടുകൂടി തുടങ്ങാം. ടു സീക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. പ്രേയറിനായി നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ് പാടാൻ പോകുന്നത്. യോഗീന്ദ്രാണാം ത്വദംഗേ ശ്വസിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ഗുരുപവനപുരപതേ കൃഷ്ണ കൃഷ്ണ കാരുണ്യസിന്ധു ഹൃത്വാ നിശേഷതാപം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. Thank you for the blissful prayer. It is my great pleasure to welcome you all the day of our mental health day webinar series. ഈ വർഷത്തെ തീം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ ടൈം ടു പ്രയോറിറ്റൈസ്. It is a time to prioritize mental health on workplace. ഇന്നലെ ഫാദർ വർഗീസ് പുശ്ശേരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഏതൊരു സ്ട്രെസ്സിന്റെയും ഉറവിടം നമ്മൾ തന്നെയാണ് എന്നുള്ളത്. അത് അദ്ദേഹം തെറാപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നമുക്ക് നന്നായി സരസമായി തന്നെ വിവരിച്ചു തന്നു. ഇന്നലെ നമ്മളുടെ ഈ വെബിനാറിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുത്തവർ 92 പേരും, അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ 210 പേരുമാണ്. ഇത്രയും പേരിലേക്ക് ഈ ഒരു ടോക്ക് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ പ്രാധാന്യം എത്തിക്കാൻ കഴിയുന്നത് വളരെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രചോദനയ്ക്കും KCF-നും. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് അവർ ഹെൽത്ത് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജിയുടെ ഒരു കോട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. അതിങ്ങനെയാണ്: ഇറ്റ് ഈസ് ഹെൽത്ത് ദാറ്റ് ഈസ് റിയൽ വെൽത്ത് ആൻഡ് നോട്ട് പീസസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ എന്നുള്ളത്. ഈ കോട്ട് കൊണ്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഓവറോൾ ഹെൽത്തിനെ തന്നെയാണ്. For each and every person. We focus on peace of mind and non-violence and self-discipline. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത്, ഒരു മെന്റൽ ബാലൻസും ഒരു ഇന്നർ ഹാർമണിയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. ഇതാണ് ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. ടുഡേ വി ആർ വെരി ലക്കി ടു ഗെറ്റ് എ പേഴ്സൺ ഫ്രം ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡ്. മനോരമയുടെ ഹെൽത്ത് പേജ് കൈകാര്യം ചെയ്യുന്നു മിസ്സസ് ഗായത്രി ജയരാജ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത്. വെൽക്കം യു മാം ഓൺ ബിഹാഫ് പ്രചോദന ആൻഡ് KCF. കൂടാതെ ഡോക്ടർ ഉഷ. വെൽക്കം ഉഷ, ദ സ്ട്രോങ് പില്ലർ ഓഫ് പ്രചോദന. ആൻഡ് ഓൾ വെൽ വിഷേഴ്സ്. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും
വെൽ വിഷേഴ്സ് ഓഫ് പ്രചോദന ആൻഡ് KCF ആണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒന്നും കൂടി ഈ സെക്കൻഡ് ഡേ ഓഫ് ദ വെബിനാർ സീരീസിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം യു ഓൾ വൺസ് അഗെയിൻ. ആൻഡ് നൗ Dr. Usha will introduce the speaker of the day, Mrs. Gayatri Jayaraj. Over to Usha. Thank you, Alice ma'am. So, webinar series in the second day, media and mental health. നമ്മളുമായിട്ട് interact ചെയ്യാൻ വന്നിട്ടുള്ളത് വളരെ പ്രഗത്ഭയായ seasoned journalist Mrs. Gayatri Jayaraj. So proud to introduce her. She's an assistant editor, Malayalam Manorama. Seasoned journalist എന്ന് പറഞ്ഞു, അത് പ്രിന്റ് മീഡിയയിലും ഡിജിറ്റൽ മീഡിയയിലും നിങ്ങൾ മാമിനെ ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ദിവസവും പത്രം വായിക്കാൻ കുട്ടികളെയും ബാക്കി എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനോരമയിലെ പത്രത്തിലെ ഒരു വാർത്ത ക്വിസായിട്ട് നമ്മളോട് എല്ലാവരോടും ഇൻസ്റ്റാ പേജിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ്. എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. One of the specialization is health. She was in charge of the health page of Manorama. Other specialization are education. പഠിപ്പുര എന്ന് പറയുന്ന മലയാള മനോരമയുടെ പങ്ക്തി. മലയാള മനോരമ വായിക്കുന്നവർക്ക് ആ പഠിപ്പുര എന്ന് പറയുന്ന ഭാഗം കാണാതെ മറക്കാൻ സാധിക്കില്ല. അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് അതിപ്പോ വരുന്നത്. കാരണം ബീങ് ഇൻ എ മെഡിക്കൽ ഫീൽഡ്, കഴിഞ്ഞ ദിവസം ഏറ്റവും അടുത്ത് 26 ദിവസം, അതായത് ഹ്യൂമൻ ബോഡി പാർട്സിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സീരീസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിമയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് മിന്ന മിനുങ്ങ് എന്ന് പറയുന്ന പുതിയൊരു ഭാഗം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കൂടാതെ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അടുത്ത സ്പെഷ്യലൈസേഷൻ. അപ്പൊ നിങ്ങൾ ഈ ഇത് ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാല് ഹെൽത്തും ഉണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. മെന്റൽ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യവും വിദ്യാഭ്യാസവും ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സും ആണ്. അപ്പൊ ഇതിലും നല്ലൊരു എക്സ്പേർട്ടിനെ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന ടോപ്പിക്കിൽ നമുക്ക് കിട്ടാൻ സാധിക്കില്ല. ആൻഡ് ഹർ അച്ചീവ്മെന്റ്സ് ആർ: she has won Leela Menon Puraskaram for the works in the health field, received state government's award for different investigative series. ഒരുപാട് സന്തോഷത്തോടെ ഇന്നലെ പുതുശ്ശേരി അച്ഛൻ കോട്ട് ചെയ്തു മനോരമയിലെ ജോലിക്കോ ജീവിതം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇന്ന് തീർച്ചയായിട്ടും അത് പിറന്ന ഒരു ഹെഡ്, ഒരു ക്രിയേറ്റീവ് മൈൻഡ് ആണ് ഇന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്നത്. ഓവർ ടു യു മാം, ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ഫ്രം യു. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇത് വളരെ ഗൗരവമേറിയ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ആമുഖങ്ങളില്ലാതെ ഞാൻ വളരെ പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മീഡിയ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ലളിതമായി അതിനെ 2 തരത്തിൽ നമുക്ക് തന്നെ കേൾക്കുന്ന ഏത് സാധാരണക്കാരനും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഇത്രയും വലിയ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് എന്നൊരു ചോദ്യമുണ്ട്. അതൊന്ന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന മീഡിയ നമ്മുടെ പൊതുജന സമൂഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ, മാനസികാരോഗ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അതൊരു പാർട്ട്. മീഡിയ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആ മീഡിയയിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഈ ഒരു ചെറിയ ഒരു ടോപ്പിക്കിനകത്ത് ഉള്ള അനേകം മുഖങ്ങളിൽ 2 കാര്യമാണ് ഈ പറയുന്നത്. മൂന്നാമതൊന്ന് ആഡ് ചെയ്യാനായിട്ട് എനിക്കുള്ളത്, മീഡിയ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതിൻ്റെ ഇപ്പുറത്തൊരു ന്യൂ കൂടി ചേർത്താൽ, ന്യൂ മീഡിയ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, അതൊരു വലിയ ടോപ്പിക്കാണ്. നമുക്കൊരു പക്ഷെ ഒരു 10 വർഷം മുൻപ് വരെ നമുക്ക് ഇത്രയും പരിചിതമല്ലാതിരുന്ന ഒരു വസ്തുത, അത്രയും പെട്ടെന്ന് ഒരു വെള്ളപ്പാച്ചിൽ പോലെ, ഉരുൾപൊട്ടൽ പോലെ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നതാണ് ഈ ന്യൂ മീഡിയയുടെ ഒരു സർജും ഏർജും. അവിടെ ഇൻഫർമേഷന്റെ പ്രളയം നടക്കുന്നു, അവിടെ ഫേക്ക് ന്യൂസുകൾ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നു, എന്തും ഏതും വാർത്തയാകുന്നു, നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ അടക്കമുള്ള സംഗതികളെല്ലാം അവിടെ പ്രതിഫലിക്കപ്പെടുന്നു, പിന്നെ തെറ്റായ മാതൃകകൾ ഉണ്ടാകുന്നു. ആളുകളെല്ലാവരും ഒരു ഡിജിറ്റൽ വേൾഡിൽ പ്രത്യേക രീതിയിൽ ജീവിക്കാൻ, റീലുകളുടെ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഈ അടുത്ത പത്രവാർത്തകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതെല്ലാം രീതിയിലാണ് ഈ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളെ മറ്റൊരു രീതിയിൽ ബാധിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവും. അതിൽ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമ ലോകത്തിന് അവിടെ ഒരു കൺട്രോൾ ബോഡി ഉണ്ട്. അവിടെ ഏതൊക്കെ തരത്തിലാണെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു സെൻസറിങ് എന്ന് പറയുന്ന ഒരു
ഘടകം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. വിവിധ തരത്തിലുള്ള ഇത്തരം ചെക്ക് പോസ്റ്റുകൾ കടന്നതിന് ശേഷം നമ്മളിലേക്ക് എത്തുന്നതാണ് വാർത്തകൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അച്ചടി മാധ്യമത്തിലാണെങ്കിലും നമ്മൾ പിന്തുടർന്ന് വന്ന ശൈലിയോ പ്രയോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്ഥിതി ഉണ്ട്. അത് ചർച്ച ചെയ്യാനുള്ള ഒരു ഇടമുണ്ട്. അത് തന്നെയാണ് ഈ വളരെ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ മികവായി ഞാൻ കാണുന്നതും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ 10 വർഷം മുൻപ് ഉള്ള നമ്മുടെ ഒരു റിപ്പോർട്ടിംഗ് ശൈലി പരിശോധിച്ചാൽ ഇപ്പോൾ അതിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതേസമയം നമ്മൾ ഈ ന്യൂ മീഡിയയുടെ ഒരു കാര്യം എടുത്താൽ അതിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല. എന്തും കൊടുക്കാം, എന്തും പറയാം, എന്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യാമെന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. ഇതെല്ലാം നമ്മുടെ മെന്റൽ സ്ട്രെസ്സിനെ വല്ലാതെ അധികരിപ്പിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മളെ വലയ്ക്കുന്നുണ്ടോ, ഉലയ്ക്കുന്നുണ്ടോ, നമ്മുടെ ഉള്ളുലയ്ക്കുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് അതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ പോയിന്റുകളും ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. നമുക്ക് മറ്റൊരു സമയത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായി മാറ്റിവെക്കാം. എങ്കിലും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ശരിക്കും മാധ്യമങ്ങൾ നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ട് നിലകൊള്ളുന്ന ഈ രാജ്യത്ത് മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് പല വാർത്തകളും നമുക്ക് അറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ചില പരാതികൾ നമുക്ക് ജനങ്ങളിലേക്ക് മാത്രമല്ല നേതാക്കളിലേക്കും നീതിപീഠത്തിന്റെ മുന്നിലേക്കും ഒന്നും നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഒരു ബലമായിട്ടും ശക്തിയായി നമ്മുടെ കൂടെ നിൽക്കേണ്ട ഇത് തന്നെയാണ് മാധ്യമം എന്ന് പറയുന്നത്. പിന്നെ അക്ഷരത്തിന്റെ ശക്തി. ഇപ്പോൾ ഇന്നലെ ഫാദർ പുതുച്ചേരി അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചുള്ള ഒരു പരമ്പര ചെയ്തതിനെ കുറിച്ച്. അപ്പൊ ഈ പരമ്പര ചർച്ചയാകുന്നത് അല്ലെ ഈ പരമ്പരയെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യേണ്ടത്, ജോലി സ്ഥലത്ത് കുറച്ചും കൂടി ആരോഗ്യകരമായ അന്തരീക്ഷം വേണ്ടേ എന്ന് ചർച്ച ചെയ്യാനുള്ള വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് തീർച്ചയായും നല്ല രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ്. ഇനി മറ്റൊരു വശത്തിലേക്ക് നമ്മൾ കടന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നിംഹാൻസിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്ത് ഒരു പ്രോഗ്രാമിന് വേണ്ടി അതിന്റെ ഒരു ഭാഗമായിട്ട് പാനലിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് അവിടെ ബാംഗ്ലൂർ നിംഹാൻസിൽ പോകേണ്ടി വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള സൈക്യാട്രിസ്റ്റുമാരും ഒക്കെ അവർ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഓരോ ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. നിങ്ങൾ സൂയിസൈഡ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ ആത്മഹത്യകളെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ബോധ്യം ഒരു മാധ്യമത്തിനുണ്ടോ? അതനുസരിച്ചായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഇതിനകത്തെല്ലാം നമ്മളുടെ ഒരു അനുകരണ പ്രവണത എന്നുള്ള ഒരു വലിയ അബദ്ധവും വലിയ ഒരു പ്രശ്നവും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബാധിക്കുന്ന അത് തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ആളുകളിലേക്ക് വരാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനോരമ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ഇതായിട്ട് അവിടെ സംസാരിക്കുകയും എത്രയോ നാളുകൾക്ക് മുൻപ് നമ്മൾ ഈ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ പല ഘട്ടങ്ങളിലും അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെ മരിച്ച നിലയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ചെന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ മയപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യ ഡീറ്റെയിലിംഗ് ഒഴിവാക്കുക, ഇതിന്റെ ഒരു എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അധികം പോകാതിരിക്കുക. ഇനി ഇതിന്റെ റീസണുകൾ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത റീസൺ ആണെങ്കിൽ അല്ലെ മറ്റൊരു കാര്യമാണ് എങ്കിൽ നമ്മൾ അതിനെ അവതരിപ്പിക്കാതിരിക്കുക തുടങ്ങിയുള്ള വളരെ എന്താ പറയണ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഗൈഡ് ലൈൻസിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി. അന്ന് ആ സമയത്തെ കോൺഫറൻസ് നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിൽ ഈ പറയുന്ന പ്രണയം നിരസിച്ചതിനെ തുടർന്നുള്ള കൊലപാതകങ്ങൾ ട്രെൻഡിങ് ആയിട്ടില്ല. അതിനുശേഷമാണ് ആ ഒരു ട്രെൻഡ് വല്ലാത്ത രീതിയിൽ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പത്രങ്ങൾക്കകത്ത് നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ ഒരിക്കൽ ഈ പറയുന്ന പോലെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മളുടെ മാനസിക ആരോഗ്യത്തെ ചില അവതരണങ്ങൾ എങ്ങനെ ബാധിക്കുന്നു, വളരെ സട്ടിലായിട്ടുള്ള അവതരണം പോലും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ദിവസം ഒരു ആയുർവേദ സെന്ററിൽ ഒരു ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് ഇടയായ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്തു തരുന്നത്. അപ്പോൾ ഞങ്ങൾ പത്രവാർത്തകളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇദ്ദേഹം വായിച്ചിരുന്നോ നമ്മുടെ ഇന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരു യുവാവ് പെൺകുട്ടിയെ നിറയൊഴിച്ച് വെടിവെച്ച് കൊന്നു. അപ്പൊ കേരളത്തിലൊക്കെ വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്
അതൊക്കെ എത്ര ഇതായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അച്ഛനമ്മമാരും എല്ലാം കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് പറയാണ്, അയ്യോ അത് അവളോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് ചെയ്തതല്ലേന്ന്. അപ്പൊ ഞാനൊന്ന് സ്തംഭിച്ചു. അത് സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് വെടിവെച്ചു കൊന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോഴും ഈ കുട്ടി വളരെ തരളിതയായും ഭാവുകത്വത്തിന്റെ ഒരു കാൽപ്പനികതയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടും പറയാണ് അയാൾക്ക് അത്ര ഇഷ്ടമായിരുന്നു അവളെ. അപ്പൊ അവള് തിരിച്ചിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അയാൾ മറ്റെന്താ ചെയ്യുക? അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇതിനകത്തുനിന്ന് നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രണയം നിരസിച്ചതിനെ തുടർന്ന് കൊലപാതകം, അല്ലെങ്കിൽ പ്രണയ പകയെ തുടർന്ന് കൊലപാതകം, അങ്ങനെ എഴുതുമ്പോൾ ഈ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകളും നമ്മളുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഒരു റീസൺ കാരണം ഞാൻ ഒരാളെ കൊന്നു, അപ്പൊ അതിനകത്ത് അങ്ങനെ ന്യായീകരിക്കാവുന്നതല്ലേ എന്നൊരു ചോദ്യം. അങ്ങനെയാണ് പിന്നെ നമ്മൾ അതിനകത്ത് കൊലപാതകത്തെ കൊലപാതകം തന്നെയായി കാണാം. അതിപ്പോ പ്രണയം നിരസിക്കുന്നതിനെ തുടർന്നാണോ, അല്ലെങ്കിൽ വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനെ തുടർന്നാണോ എന്നുള്ളതല്ല. ഒരു കൊലപാതകം എന്ന് പറയുന്നത് അതൊരു ക്രൈം തന്നെയാണ്. ആ ക്രൈമിനെ അങ്ങനെ തന്നെ നമുക്ക് അവതരിപ്പിക്കാം. അതിനകത്തൊരു ഗ്ലോറിഫിക്കേഷൻ, ഒരു എലമെന്റ്, അയ്യോ സ്നേഹം കിട്ടാത്തതിനെ തുടർന്ന് കൊലപ്പെടുത്തി എന്ന് വരുന്ന രീതിയിലുള്ളതല്ലാതെ ആ രീതിയിലുള്ള ഒത്തിരി കറക്ഷനുകളും ട്രയൽ ആൻഡ് എററുകളും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും എല്ലാം നമ്മൾ ഈ പരമ്പരാഗത മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പലതരത്തിൽ ഏറെയും കുറഞ്ഞു അതിന്റെ ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള മാനസികാരോഗ്യം താറുമാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്നെയാണ് ആ രീതിയിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ അതിനകത്ത് നടത്തുന്നത്. പിന്നീട് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷാദ രോഗത്തെ പറ്റി പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആഴത്തിൽ കടന്നു ചെല്ലുകയും അതിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വളരെയധികം വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും കൃത്യമായ ഈ വിഷാദ രോഗം പോലെയുള്ളവയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നേടുന്നില്ല, അത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വളരെയധികം സ്റ്റിഗ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് നമ്മുടെ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനിടയായി. അപ്പൊ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഇതേക്കുറിച്ച് പറയുകയായിരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ, അത് എപ്പോഴും നമ്മൾ ആരെയാണ് പറയുന്നത്? ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വിശ്വസിക്കുന്ന സാധാരണക്കാരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറച്ച് പേരെന്നായിരിക്കാം നമ്മളൊരു അല്പം ഒരു പുച്ഛം കലർത്തിയ ഒരു നിലയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വിദ്യാസമ്പന്നരെന്ന് നമ്മൾ കരുതുന്ന ആളുകളോ എത്രയോ പേരാണ് ഇത്തരം ആശയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിഷാദ രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇനി അവന് വട്ടാണെന്നാണോ നിങ്ങൾ പറഞ്ഞു പരത്തുന്നത് എന്നുള്ള ചോദ്യം വരെ നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റിഗ്മകൾ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ പോലും എന്നുള്ളതാണ് നമ്മൾ ആ കോൺഫറൻസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു സംഗതിയിലേക്ക് നമുക്ക് വന്നതാണ്. വിഷാദ രോഗത്തിന് ട്രീറ്റ്മെന്റിലായിരുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാതെ അവരുടെ ഡോക്ടർ പേരൻസ് ഇതൊന്നും സാരമില്ല, അവൾ അത് ഷീ ക്യാൻ മാനേജ് എന്ന് പറയുകയും കൊണ്ടുവിടുകയും കുട്ടി വളരെ പെട്ടെന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുകയും ചെയ്ത ഒരു അനുഭവമൊക്കെ ഞങ്ങൾ അവിടെ പങ്കുവെക്കുകയായിരുന്നു. അപ്പൊ ഈ തരത്തില് സമൂഹത്തിന്റെ മാനസിക ആരോഗ്യ നിലവാരം വളരെയധികം താഴ്ന്നിരിക്കും. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ സ്ട്രെസ് ലെവലുകളും പിരിമുറുക്കവും സമ്മർദ്ദവും എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം സമയത്തിന് പിന്നാലെ ഉള്ള ഓട്ടമാണോ, സമയത്തിന് മുന്നേ ഉള്ള ഓട്ടമാണോ, സമയത്തെ പിടിച്ചു വെക്കാനുള്ള ഓട്ടമാണോ എന്ന് നമുക്ക് മനസ്സിലാകുകയേയില്ല. കാരണം അത്രയ്ക്ക് കാര്യങ്ങളാണ്. നമ്മൾക്കൊന്ന് വെറുതെ ഇരിക്കാനോ നമുക്കൊന്ന് ബോറടിച്ചിരിക്കാനോ നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ള, ഈ ബോറടിക്കുന്നത് എന്തോ ഒരു വലിയ മോശം കാര്യമാണെന്നൊക്കെ നമ്മളെ ആരോ ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ നമ്മൾ ബോറടിച്ചിരുന്ന ഏതോ ഒരു കാലത്തല്ലേ നമുക്കൊരു കവിത എഴുതണമെന്ന് തോന്നിയതോ, അല്ലെ നമുക്ക് അങ്ങനെ എപ്പോഴോ ബോറടിച്ചിരുന്ന ഒരു സമയത്തല്ലേ എന്റെ ബോറടി മാറ്റാൻ ഞാനൊരു ചിത്രം വരച്ചാലോ എന്ന് തോന്നിയതോ, അല്ലെ എന്റെ ബോറടി മാറ്റാനായിട്ട് ഞാനൊരു കുഞ്ഞു കഥ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ തോന്നിയതോ. ഇപ്പൊ എന്തോ ബോറടിക്കുന്നത് ഒരു വലിയ മഹാപാപമാണെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടംപോലെ സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ട് പുറത്തുനിന്നൊന്നും എടുക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഒരു സ്ട്രെസ്സും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഇനി കരയാൻ പറ്റില്ല. കാരണം വീട്ടിൽ ഒത്തിരി കരയുന്നുണ്ടല്ലോ, ഉള്ളിലും പുറത്തും കണ്ണുനീര് കാണിച്ചും കാണിക്കാതെ ഒക്കെ നമ്മൾ കരയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോയി കരയണ്ട, എനിക്ക് എൻജോയ് ചെയ്താൽ മതി, എന്റർടൈൻമെന്റ് മാത്രം മതി. അപ്പൊ എന്റർടൈൻമെന്റ് നമ്മൾക്ക് സന്തോഷം തരുന്നു എന്നുള്ള മിഥ്യാധാരണയിൽ നമ്മൾ പോവുകയാണ്.
ആ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ കുറെ മുള്ളുകൾ വെച്ച് അതിന്റെ മുകളിലേക്ക് ഒരു നല്ല ഐസ് കൊണ്ട് ഒരു കേക്കിംഗ് നടത്തുന്നത് പോലെയാണ് ഈ എന്റർടൈൻമെന്റ് പോകുന്നത്. മുള്ളുകൾ അവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാലൊന്ന് ആഞ്ഞ് ചവിട്ടിയാൽ നമ്മുടെ കാല് മുറിയും, ചോര വരും, നമ്മൾ വീണ്ടും കിടപ്പിലാവും. പക്ഷെ അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു ചെറിയ പുതപ്പ് കൊണ്ട് പുതച്ച് നമ്മൾ അതിൽ പോവുക. ഇങ്ങനെ പോയി നമ്മൾ കാണുന്ന സിനിമകൾ എന്താ? സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ മദ്യപാനമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ആ കൊലയോട് കൊലയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള തമാശകളായിരിക്കാം. എന്തായാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല കുറേ സിനിമകളുടെ കാര്യത്തിൽ. ചിലതിനകത്ത് നമുക്ക് ഓർത്ത് ചിരിക്കാനായിട്ട് തമാശകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യുമായിരിക്കും. അതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതുമാണ്. പക്ഷെ ഈ എന്റർടൈൻമെന്റിന്റെ മറവിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന, അത് ഒരു ഫോം ഓഫ് മീഡിയ ആയതുകൊണ്ട് പറയുന്നതാണ്, നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. തെറ്റായ ധാരണകൾ പരത്തുന്ന, തെറ്റായ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് സംഗതികൾ അതിൽ വരുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ അറിയാതെ തകരുകയാണ്. നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് മാറുന്നു, നമ്മൾ വളരെ ശക്തിയുക്തം നമ്മൾ മുന്നോട്ട് പോകുന്നു, നമ്മൾ ന്യൂജൻ മേൽക്കുപ്പായം നമ്മൾ അണിയുന്നു, നമ്മൾ കൂളായിട്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മളുടെ ധാരണയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്ര കൂളാണെങ്കിൽ കേരളത്തിൽ ഇത്രയേറെ ആത്മഹത്യകൾ നടക്കില്ല, കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ചു, അങ്കമാലിയിൽ ഒരു കുടുംബം മുഴുവൻ നിന്ന നിൽപ്പിൽ ഇല്ലാതായി പോയത് നമ്മൾ കാണാനുള്ള ഇടയായി. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്, കമ്പനി കൂടുന്നവരുണ്ട്, സൗഹൃദങ്ങൾക്ക് പോകുന്നുണ്ട്, പാർട്ടികൾക്ക് പോകുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഒരു തോളത്ത് ചാഞ്ഞ് നമുക്ക് ചിലപ്പോഴൊന്ന് കരയാൻ നമുക്കൊരാളെ കിട്ടുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത്, നമുക്ക് ആ തോള് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോലും അതിന് സമയവും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളാണെങ്കിലും നമ്മൾ ഓരോ മനുഷ്യരാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹവും എൻ്റെ ഏറ്റവും വലിയൊരു താല്പര്യം, ഒരു വിഷയമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, 1 മിനിറ്റ് ഒന്ന് നിൽക്കും. ഈ ഓട്ടത്തിനിടയ്ക്ക് 1 മിനിറ്റ് ഒന്ന് നിൽക്കും, ഒന്ന് ശ്വാസം എടുക്കൂ, അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒരിടത്ത് ഇരിക്കൂ. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ അയ്യോ ഞാൻ ഈ റീസെന്റ് ആണല്ലോ കൂടുതലായിട്ട് തുടങ്ങുന്നത്. അതിനൊക്കെ മുൻപേ ഉള്ള ഒരു കാലത്താണ്. എന്തുകൊണ്ടാണ് ഹറീഡ് മെൻ സിൻഡ്രം ഇല്ലാത്തത്? കാരണം ഈ വർക്ക് ലൈഫ് ബാലൻസും ഫാമിലി ബാലൻസും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്നത് സ്ത്രീകൾ തന്നെയാണ്. അത് എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് എത്രയെല്ലാം നമ്മുടെ ചുറ്റും സഹായഹസ്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു 85-15 ആണെന്ന് പറയും തമാശയ്ക്ക്. നമ്മൾ ഒരു കുടുംബത്തിനകത്തുള്ള കോൺട്രിബ്യൂഷൻ 85 ഫ്രം ദ സൈഡ് ഓഫ് വിമൻ, 15 ഫ്രം മെൻ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്നത്? അപ്പോൾ ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മീഡിയയിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് പറയാണ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തെ നയിക്കുന്നു, നമ്മുടെ കൂടെ ഒരു 4-5 പേരേ ഉള്ളൂ എന്ന് കരുതുക, അല്ല 40-50 പേര് ആണെന്ന് കരുതുക. അവരെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബോസ്, ഒരു പുരുഷ മേധാവി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. താൻ എന്താണ് വരാത്തതെന്ന് ചോദിക്കുന്നു, പങ്ക്ച്വൽ ആവണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളടക്കമുള്ളവർ എന്ത് പറയും? എത്ര ബ്രില്യൻ്റ് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം എത്ര കർക്കശക്കാരനാണ്, എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വന്ന് കയറുമ്പോൾ നിലത്തൊരു തരി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. ഇതേ സ്ഥാനത്ത് നമ്മളൊരു സ്ത്രീ വരുന്നു, ഇതേ കാര്യങ്ങൾ പറയുന്നു. ഇത്ര മഹാ അഹങ്കാരം പിടിച്ച ഒരു സ്ത്രീ, ഇവരെന്ത് ജാടയായി കാണിക്കുന്നത്, ഇവളൊരു പെണ്ണല്ലേ ഒന്നും അല്ലെങ്കിലും എന്ന് പറയുന്ന ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഏത് പ്രൊഫഷനിലുമുള്ള സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അവർക്ക് എന്നും അവരുടെ ഒരു മെറ്റിൽ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ആളുകൾ പെട്ടെന്ന് മറന്നുപോകും. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്തു നമ്മളുടെ ആ ഒരു കഴിവ് നമ്മൾ തെളിയിച്ചാലും നമ്മൾ നാളെ അത് തന്നെ ചെയ്യണം. നമ്മൾ 20 വർഷം കഴിഞ്ഞു അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഇത്
ഒരു അത് ഇന്നയാൾ അവിടെ ഉണ്ട്, ഇന്നയാൾക്ക് ഇന്ന കഴിവുണ്ടെന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരുപാട് ഹാൻഡിക്യാപ്സ് നമുക്ക് ചുറ്റും നിലനിൽക്കുന്നത് കൊണ്ട് ഏത് രംഗത്താണെങ്കിലും, മാധ്യമങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള വർക്ക് പ്രഷർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രഷർ സ്ത്രീകൾക്ക് ഒരുപാട് കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൽ നിന്നുണ്ടാകുന്ന മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടി നമ്മൾ ഇവിടെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറിയതുകൊണ്ട് ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന വല്ലാത്ത സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ ഈ പല ആളുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ കോർട്ടിസോളിന്റെ ലെവല് അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും തിരിച്ചറിയപ്പെടുന്നില്ല. ഇപ്പോഴാണ് കൂടുതലായിട്ട് ആളുകളിലേക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇവർക്ക് പറ്റുന്നതെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ അധികം മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ചില കൊച്ചുകുട്ടികളിൽ വരെ, ടീനേജേഴ്സിൽ വരെ പാനിക് അറ്റാക്സ് നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് കൈ ചൂണ്ടുന്നത് സമയം അതിക്രമിച്ചു, നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് പറയാനുള്ളത് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു സ്റ്റോപ്പ്, ഒരു സഡൻ സ്റ്റോപ്പ്. നമ്മളൊന്ന് നിൽക്കുക. എങ്ങോട്ടാണ് നമ്മൾ ഈ ഓടിപ്പോകുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓടിപ്പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ആ മനുഷ്യന് വേണ്ടി പ്രസന്റ് ആയിരിക്കുക എന്നുള്ളത്. ഈ പ്രസന്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പുതിയ ടെക്നോളജിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴും ഈ പുതിയ ടെക്നോളജിയുടെ സഹായം കൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ നല്ല വശങ്ങളിൽ കൂടി നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമുക്ക് മുന്നേറാൻ ആയിട്ട് സാധിക്കാത്തത്? വയോജനങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മുടെ ഈ പഠിപ്പുരയുടെ ഈ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുള്ളതിനകത്തേക്ക് ഒരുപാട് വയോജനങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്തിനാണ് ഇതിലേക്ക് വിളിക്കുന്നതെന്നുള്ള നമുക്ക് ചില സമയത്ത് മുഷിയും. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്ന ഈ കാര്യമാണെന്ന്, ഇത് അനുഭവത്തിൽ വന്നില്ലെങ്കിൽ ഞാനും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണെന്നുള്ളത്. വെറുതെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി, സുഖമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഏത് മനുഷ്യനും, നമ്മൾ പണ്ടൊക്കെ എപ്പോഴും പറയും മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാന്ന് പറയും. അങ്ങനെ തന്നെ അവന് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ. അല്ലാതെ ഒറ്റപ്പെട്ടും ഏകാന്തതയിലും നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതത്തിനകത്ത് അവന് എന്തൊക്കെയോ ഒരു ഭയാശങ്കകളും ആകുലതകളും ഒക്കെ കടന്നു വരാം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ നല്ലൊരു മെന്റൽ ഹെൽത്ത് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് മീഡിയ. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ക്രിയാത്മകമായിട്ടുള്ള ചിന്തകൾ കടന്നു വരേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ പുതിയ കാലത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിൽ ന്യൂ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ന്യൂ മീഡിയയുടെ പ്രശ്നങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് വിരൽ ചൂണ്ടുകയാണ്. കാരണം ഒരു തരത്തിലുള്ള സെൻസറിങ്ങും ഇല്ലാതെയുള്ള മാറ്ററുകൾ വന്ന് നിറയുന്ന ന്യൂ മീഡിയയിൽ നമുക്ക് അശ്ലീലമാണെങ്കിലും അത്തരത്തിലുള്ള വീഡിയോകളാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും അക്രമങ്ങളാണെങ്കിലും കില്ലർ ഗെയിമുകളാണെങ്കിലും എന്തും കിട്ടുന്ന ഈ കുട്ടികൾക്ക് അവരുടെ തലച്ചോറ് ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന തലച്ചോറിനകത്ത് നിന്ന് എത്രയോ കുരുന്നുകള് നമ്മുടെ മാനസികാരോഗ്യം നശിച്ച് അവര് പലതിനും അഡിക്റ്റായി ഇപ്പോൾ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ കണ്ണ് തള്ളും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ശുഭപ്രതീക്ഷ പോലും ഒരുപക്ഷെ നമുക്ക് ഇല്ലാതെയാകും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇംഹാൻസിലെ ഒരു സ്റ്റഡി അനുസരിച്ച് കുട്ടികളിലെ വിഷാദരോഗം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ അല്പം പ്രയാസമുള്ളതാണ്. കുട്ടികളിൽ വിഷാദരോഗം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം നമ്മൾക്ക് ഒരു ബോധവൽക്കരണം, എപ്പോഴും ബോധവൽക്കരണം, യഥാർത്ഥ രീതിയിലുള്ള ശരിയായ വസ്തുതകളുടെ അതിശയോക്തി ഇല്ലാത്ത കൃത്യമായ അവതരണം, ഇതാണല്ലോ നമ്മൾ യഥാർത്ഥത്തിലുള്ള ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ആകണം ഒരു മാധ്യമത്തിന്റെ യഥാർത്ഥ ധർമ്മം. ശരിയായ വിവരങ്ങൾ കൃത്യമായ ഫാക്ട് ചെക്കോടുകൂടി വസ്തുതാപരമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും അതിശയോക്തികൾ തെല്ലുമില്ലാതെയും നമ്മൾ അവതരിപ്പിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്കും മാത്രമല്ല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത്തരം കാര്യം. മാനസികാരോഗ്യം ഇപ്പോഴും ഒരു ടാബു ടോപ്പിക്ക് തന്നെയാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, എന്തെല്ലാം രീതിയിൽ നമ്മൾ അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും, ഏത് വലിയ ആളുകൾക്കും എങ്ങനെയുള്ള ആളുകൾക്കും ഒക്കെ ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടാബു ടോപ്പിക്കാണ്. പണ്ടൊരിക്കൽ നമ്മുടെ നടി ദീപിക പദുകോൺ അവർ ഈ ഡിപ്രഷനിലേക്ക് പോയതിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ അതിഭയങ്കരമായിട്ട് പുകഴ്ത്തി. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയായിരുന്നു, ഇപ്പൊ ഞാൻ ഡിപ്രഷനിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ കാണും?
അപ്പൊ തന്നെ നമ്മളെ ഒന്ന് ഒഴിവാക്കി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം തന്നെ അവർ നടത്തും. അപ്പൊ നമുക്ക് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ എവിടെയോ ആർക്കോ നടക്കുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറയും. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഡയലോഗ് അടിക്കും. കൃത്യമായ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇനി ന്യൂ മീഡിയയെ ഇത്ര അധികം നമ്മളെ മോശമാക്കുന്നതിനകത്ത് ഒരു പ്രധാന ഘടകം എന്താണെന്ന് കൂടി നമ്മൾ ഇവിടെ പറയണം. അത് ആ മീഡിയയുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയുടെ പ്രശ്നമാണോ? തീർച്ചയായിട്ടും മാഡം ആലീസ് മാം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രെസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ കൈകാര്യം ചെയ്യുന്ന നമ്മൾ തന്നെയാണ് പ്രശ്നം. ആ മീഡിയയും ഞാൻ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പ്രോജക്റ്റ്, ഒന്നിനും വേണ്ടിയിട്ടല്ല, സോഷ്യൽ മീഡിയയിലെ മലയാളി എന്നുള്ളത് എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാനൊരു പഠനം നടത്തി ആരംഭിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലെ കൊമൻസിൽ ഞാൻ കേൾക്കുന്നു എന്നും കാണുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ. അപ്പൊ ഇതാരാണ് എഴുതുന്നത്? സാധാരണക്കാരായിട്ടുള്ള, നമ്മൾ വഴിയിലിറങ്ങുമ്പോൾ നമ്മൾ ഹലോ ചേട്ടാന്നോ ഹലോ ചേച്ചിന്നോ പറയുന്ന അങ്ങനെയുള്ള ആളുകൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്നവര്, നമ്മളൊരു ടൂർ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നവര്, ഇങ്ങനെ വളരെ സാധാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ളവര്, അവരാണ് ഈ കമന്റ്സ് എഴുതുന്നത്. എന്തിനോടുമുള്ള അവജ്ഞയും എന്തിനോടുള്ള പുച്ഛവും എന്തിനേയും തകർത്ത് കളയാനുള്ള ഇതും ഇതിനേക്കാളൊക്കെ അപകടകരമായിട്ടുള്ള ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഒരു കുഞ്ഞ് മേൽക്കൂരയുടെ മുകളിൽ നിന്ന് താഴെ വീണ ആ കുഞ്ഞിനെ താഴെ നിന്ന ആളുകൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. ആ കുഞ്ഞിന്റെ അമ്മയെ നമ്മൾ എല്ലാവരും കൂടി കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് എനിക്കോ നമ്മുടെ ഈ ടീമിൽ നിൽക്കുന്ന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. കാരണം നിശബ്ദതയും കുറ്റം തന്നെയാണ്. നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മാന്യന്മാരും നമ്മൾ മഹത് വ്യക്തികളും ഒന്നും ആയി മാറുന്നില്ല. ഓയ്യോ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ അതിന് പോകുന്നില്ല, എന്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ പോകുന്നില്ല, എന്റെ മക്കൾ നല്ലതാ, എന്റെ മക്കളെ കൊണ്ട് അതിന് ഞാൻ വിടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടായില്ല. നമ്മൾ സാമൂഹിക ജീവിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറുവിരലെങ്കിലും ഒരു ചെറിയൊരു ചലനമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഒരു മീഡിയയായിട്ട് മാറിയാൽ നമുക്ക് ഈ പറയുന്ന ഇത്തരം ഇഷ്യൂസിനെ എല്ലാം നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലെ ചില വിഴുപ്പലക്കലുകളും എല്ലാം എന്നും ഉള്ളത് കൊണ്ട് നമുക്കൊരു പുതിയ വിഷയം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും ഒരു നടനും ഗായികയും എല്ലാം ഉൾപ്പെട്ട വിവാദവും എല്ലാം നമ്മൾ ഇതിനകത്ത് കടക്കുന്നതും എല്ലാം അവരെ കണ്ടിട്ടില്ലാത്തവർ, അവരോടൊന്നും സംസാരിച്ചിട്ടില്ലാത്തവർ, അവരുടെ ഒരു ഫോട്ടോ ഒറ്റയ്ക്ക് കണ്ട ഇത് അവരാണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാത്തവർ, എന്ത് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അഭിപ്രായം പോലും അല്ല, ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്നതും എന്തെല്ലാം രീതിയിലാണ്. നമ്മൾ ഒരു സത്യത്തെ എത്ര പെട്ടെന്നാണ് വിസ്മരിച്ചു പോകുന്നത്. ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നം, രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം സത്യത്തിൽ അവർക്ക് പോലും നേരാമണ്ണം മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യതയില്ലാതിരിക്കെ നമ്മൾ എത്ര വിദഗ്ധരെ പോലെയാണ് നമ്മൾ അതിനിടയിൽ കടന്നുകൂടി ഇതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്, മറ്റതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് അടിച്ചേൽപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നത്. എല്ലാവർക്കും ഈ തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഈ തരത്തിലുള്ള പ്രഷറിനെ, അപ്പോൾ ശരിക്കും ഈ മീഡിയ എന്തുകൊണ്ടാണ് ഈ ന്യൂ മീഡിയ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? മീഡിയയാണോ ഈ പ്രശ്നം? നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലേ, അതിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ, അവരും കൂടെ കൂടുന്നതല്ലേ ഈ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇപ്പോ യഥാർത്ഥത്തിലുള്ള മീഡിയയിലുള്ള മറ്റൊരു പ്രഷർ കൂടി പറയാം. ഒരുപാട് വാർത്തകൾ നമ്മുടെ പല കോണുകളിൽ നിന്നും വരുന്നു. നമ്മളൊരു കുറെ വാർത്തകൾ നമ്മൾ പിക്ക് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വാർത്ത വന്നില്ല എന്ന ചോദ്യവുമായി ഒരു കൂട്ടം ആളുകൾ ഇരച്ചു വരികയാണ്. നമുക്കൊരു കാരണം കാണും, ഒരുപക്ഷെ സെൻസിറ്റീവ് ആയതുകൊണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഈ പറയുന്ന അക്രമാസക്തമായ പ്രതികരണങ്ങളാണ്. നമ്മൾ ആരോഗ്യകരമായ ചർച്ചകളല്ല, ആരോഗ്യകരമായ വാഗ്വാദങ്ങളല്ല. അതൊക്കെ എത്ര നല്ല ഒരു അവസ്ഥയാണ്. നമ്മൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് തർക്കിക്കുക, നമ്മൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ വാദവും നിങ്ങളുടെ ഓരോരുത്തരുടെയും വാദവും അവിടെ പറയുക, അതിനുശേഷം വാദങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പോയി ഒരു ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സംഗതി അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ കത്തിയാണ്.
നമ്മൾ ഒന്ന് സംസാരിച്ചാൽ അടുത്ത് നമ്മുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളല്ല, ചർച്ചകളല്ല, ആരോഗ്യകരമായ തർക്കങ്ങളല്ല. അങ്ങനെ ഒന്ന് വഴക്ക് കൂടാൻ പോലും കൊതിയാകുന്നു. കാരണം അങ്ങനെയൊക്കെ ഒന്ന് വഴക്ക് കൂടാൻ പറ്റിയിരുന്നെങ്കിൽ, ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്ത്, പ്രീ ഡിഗ്രി കാലത്ത്, ഇന്നും ഞങ്ങൾ എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ എന്നും നമ്മൾ പഴയ കാലം നല്ലതെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെ കളിയാക്കും. പക്ഷെ എന്നാലും ഇപ്പോഴും എന്തോ ഉള്ളിൽ ഒരു വിശ്വാസം തോന്നുന്നു, ആ ഒരു കാലത്തിന് എന്തോ ഒരു നന്മയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാളെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു വിശേഷം കേട്ടാൽ, അവർ നന്നായിരിക്കുന്നു എന്ന് കേട്ടാൽ, ഓ എന്റെ ദൈവമേ നന്നായിരിക്കുന്നല്ലോ. നമുക്ക് അവരെ അറിയില്ല, 10 25 വർഷമായിട്ട് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വണ്ണം വെച്ചോ വണ്ണം കുറഞ്ഞോ ഒക്കെ അവരെ തിരിച്ചറിയുക പോലും ഉണ്ടാവില്ല. പക്ഷെ എന്റെ ക്ലാസ്സിൽ പഠിച്ചതാ, എന്റെ ക്ലാസ്മേറ്റ്, എന്റെ സഹപാഠിയാ, നന്നായിരിക്കുന്നല്ലോ, മിടുക്കനായി അല്ലെ മിടുക്കിയായി എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത് ഇപ്പോഴും എവിടെയൊക്കെയോ നമുക്ക് കൈമോശം വന്നോ. നമ്മൾ നന്മയുടെയും കാരുണ്യത്തിന്റെ ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ നന്മകൾ ഒന്നുമല്ലെങ്കിലും ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ്, വളരെ ചെറുത്, ഏറ്റവും ചെറുത്, നമ്മൾ ഒരു പൊതിക്കെട്ട് ഒരാൾക്ക് കൊടുത്തുവിടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൽക്കണ്ടത്തിന്റെ ഒരു തരി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, എതിരെ വരുന്ന ഒരാളുടെ അടുത്തൊന്ന് ചിരിച്ച് അവരോടൊന്ന് വർത്തമാനം പറയാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ ഫോണിൽ ഭയങ്കര റേജ്ഡ് ആയിട്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഒന്ന് അവിടെ നിന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊന്ന് നമുക്ക് ചോദിക്കാൻ സാധിച്ചാൽ, അവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അത് ചോദിച്ചാൽ നമ്മൾ സംശയത്തിന്റെ മുന്നിൽ പെടും. കാരണം അത്രയ്ക്കും പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഒരാൾ വെറുതെ ഒന്ന് സഹായിക്കാൻ പോലും നമുക്കിപ്പോ പറ്റില്ല. ഇപ്പം ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ ഒന്ന് വീണു, എന്നെ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്നു, ഇവൻ എന്തിനാണ് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഇപ്പൊ വന്നതെന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾക്കകത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ നമുക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് നമ്മൾ ആരോഗ്യകരമായി തർക്കിക്കുന്നതിനെ കുറിച്ചാണ്, വാർത്തകൾ മീഡിയയിൽ കൊടുക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഇതിലേക്ക് ഇരച്ചു വരികയാണ്. എല്ലാത്തിനകത്തും വിഭാഗീയതയാണ്. ഞാന്, നീ, ഞങ്ങള്, നിങ്ങള്, എന്റേത് ശരി, എന്റേത് മാത്രം ശരി, നിന്റേത് തെറ്റ്, ഇതല്ല, നിങ്ങൾ ഈ പടം കൊടുത്തത് മറ്റവർക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ ഞങ്ങളുടെ ആ പടം കൊടുക്കാത്ത എന്തുകൊണ്ട്? അത്രയ്ക്ക് സമൂഹത്തിൽ ശത്രുത വല്ലാതെ വളർന്നു കഴിഞ്ഞതിൻ്റെ കൂടിയാണ് നമുക്ക് ഈ മെന്റൽ ഹെൽത്തിനെ ഇത് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇനിയിപ്പോ ചില വാർത്തകൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ എന്താണ് അടുത്ത പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഈ വാർത്ത കൊടുത്തത്? പത്രം തുറക്കാൻ പറ്റുന്നില്ലല്ലോ. പത്രത്തിന്റെ 1-ാം പേജ് മുതൽ അവസാന പേജ് വരെ പീഡനമല്ലേ. അപ്പൊ ഈ സംഭവം എങ്ങനെ ഈ പീഡനം കൊടുക്കാതിരിക്കും? ഇതാണല്ലോ നടക്കുന്നത്. സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണല്ലോ നമ്മൾ ഈ എഴുതി വെക്കുന്നത്. അപ്പൊ ചില സമയത്തൊക്കെ നമ്മൾക്കും ഈ ക്ഷമ നശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ പിന്നല്ല, ഞാൻ ഇന്നലെ പോയപ്പോ 10 എണ്ണത്തിനെ പീഡിപ്പിച്ചതിന്റെ പേരിലാണോ ഈ കേൾക്കുന്നത്? അല്ലല്ലോ, നമ്മുടെ ചുറ്റും ഈ 10 പേര് പീഡിപ്പിക്കപ്പെട്ടു. ആ സംഗതി നമ്മൾ പത്രത്തിൽ കൊടുത്താൽ നമ്മൾക്ക് വലിയ പ്രശ്നമാണ്. കുട്ടികൾ ഇത് വായിക്കില്ലേ? കുട്ടികൾ വായിക്കുന്ന പത്രമല്ലേ, നിങ്ങൾ ഇത്തരം വാർത്തകളാണോ കൊടുക്കുന്നത്? പക്ഷെ ഇതാണ് നമ്മുടെ ചുറ്റും, ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നല്ലത് നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് കൂടുതലായിട്ട്. വെറുതെ ഒരു 3-4 വർഷത്തെ കണക്കെടുത്ത് നോക്കൂ. കുറ്റകൃത്യങ്ങളുടെ പെരുക്കമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. നമുക്കൊരു പ്രകാശത്തിന്റെ ഒരു സ്ഫുരണം നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കാണാനില്ല. ഒരുപാട് സന്തോഷവും സ്നേഹവും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തിലേക്ക്, ഇപ്പൊ ഞാൻ ഈ കോവിഡ് കാലത്ത് നമുക്കൊക്കെ അറിയാവുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പണ്ടത്തെ ആൾക്കാർക്ക് ഈ സ്വപ്നം കാണൽ കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെ പോലെയല്ല, യാഥാർത്ഥ്യ ബോധം കുറച്ച് കുറവായിരിക്കും. അപ്പോഴൊക്കെ കരുതിയത് എന്താണെന്നോ, ഈ കോവിഡ് കഴിയുമ്പോഴത്തേക്കും മനുഷ്യനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ അത്രയ്ക്ക് ഒരുമിച്ച് നിൽക്കും. അയ്യോ, നമ്മൾ ഈ കടന്നു പോയത് പോലെ നമ്മൾ ഇനിയും വരാത്ത ഒരു സാഹചര്യം എന്നൊക്കെ വിചാരിച്ചിട്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഈ ലോകത്ത് അവതരിച്ചു എന്ന് പോലും നമ്മൾ മറന്നുപോയി. അതുപോലും നമുക്ക് ഓർമ്മയില്ലാതെ ആയിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് മറവി നല്ലതാന്ന് പറയും. നമ്മൾ എന്തൊക്കെയാ, ഒത്തിരി മോട്ടിവേഷണൽ കോട്ട്സ് ഉണ്ടല്ലോ. നമ്മൾ പാസ്റ്റില് ജീവിക്കരുത്, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുത്, നമ്മൾ ഈ പ്രസന്റിൽ തന്നെ നിൽക്കണം. ഈ പ്രസന്റിൽ നിൽക്കണം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നിന്നുള്ള ചില പാഠങ്ങളുടെയും ഓർമ്മകളുടെയും കൂടെയാണ് നമ്മൾ ഈ പ്രസന്റിൽ നിൽക്കേണ്ടത്. നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർക്കുകയേ വേണ്ട എന്ന് പറയുന്നത് ആകുലപ്പെടണ്ടെന്നാണ്. നീ ആകുലപ്പെട്ടത് കൊണ്ട് നിനക്ക് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. നീ ആകുലപ്പെട്ടത് കൊണ്ട് നിന്റെ കഴിഞ്ഞ കാലം നിനക്ക് പോയി തിരുത്താനും സാധിക്കില്ല. അതുകൊണ്ട് വൃഥ ആകുലപ്പെടരുത്, വൃഥ ആശങ്കപ്പെടരുത്. പക്ഷേ ആ നാളെയിലേക്ക് ഒരു നോട്ടം കൊണ്ടും കൂടി നമുക്ക് പ്രസന്റിൽ നിൽക്കാം. ആകുലപ്പെടാതെ തന്നെ
നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ അതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് വേണമല്ലോ ഇതിന് വരാൻ. അപ്പൊ ഈ പല മോട്ടിവേഷനുകൾക്കകത്തുണ്ടാകുന്ന അബദ്ധങ്ങളെ കുറിച്ചും ചിന്തിക്കാറുണ്ട്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കാം, നമ്മളെ അങ്ങനെ തന്നെ സ്നേഹിക്കുക എന്ന് പറയും. അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിലുള്ള മച്വർ തിങ്കിങ് ഇല്ലാത്തതിനകത്തൊരു വലിയ അപകടങ്ങൾ അതിനകത്ത് പതിയിരിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. ഇപ്പൊ ഞാൻ രാവിലെ തൊട്ട് നുണ പറഞ്ഞിറക്കിയ പറ്റുന്ന പോലെയൊക്കെ ഞാൻ പാര വയ്ക്കുക, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഈ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ബെറ്റർ വേർഷനായിട്ട് നമ്മൾ തന്നെ മാറുക. ഈ നമ്മളെ നമ്മൾ സ്വയം ഹൃദയം തുറന്ന് നമ്മളെ കുറവുകളോടെയും കൂടി സ്നേഹിക്കുക. എന്നിട്ട് നമ്മൾ ചില തിരുത്തലുകൾ വേണമെങ്കിൽ നമ്മൾ ആ തിരുത്തലുകൾ കൂടി വരുത്തി നമ്മൾ കൂടുതൽ ശോഭയും പ്രഭയും ഭംഗിയുമുള്ളവരായി മാറുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പ്രസരിപ്പിക്കുന്ന ഒരു ഊർജവും ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ വൈബും കൂടിയാണല്ലോ. അപ്പൊ ചിലരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവര് വരണം എന്നാണ് നമ്മുടെ ഓരോ പരിപാടിക്കും. അയ്യോ അവർ വന്നില്ലെങ്കിൽ ചിലരെ കുറിച്ച് നമ്മൾ എന്തായിരിക്കും പറയുന്നത്, എന്റെ ദൈവമേ ഒന്ന് വരാതിരുന്നാൽ മതിയായിരുന്നു, പക്ഷെ വിളിക്കുകയെങ്കിലും വേണമല്ലോ അവർ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന എന്തുകൊണ്ട് അവര് പ്രസരിപ്പിക്കുന്ന ഒരു ഊർജത്തിന്റെ ഒരു വൈബിന്റെ ഒക്കെ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ആ വൈബിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. അവരവരുടേതായ രീതി എല്ലാവർക്കും ഒരുപോലെ ചിരിച്ച് സംസാരിക്കാൻ പറ്റണമെന്നോ എല്ലാവരും ഒരേപോലെ തന്നെ കാര്യങ്ങൾ കേൾക്കുന്നവരാകണമെന്നോ ശ്രദ്ധിക്കുന്നവരാകണമെന്നോ ഇതൊന്നുമല്ല. നമുക്ക് ഇത്രയും ദ്വേഷം ഇല്ലാതെ, ഇത്രയും പരസ്പരം ഒരു അസൂയയോ അല്ലെങ്കിൽ എന്തൊക്കെയോ മതമത്സര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു അല്പസമയം നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ, അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ വളർന്നാൽ, ഇപ്പം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന മാധ്യമങ്ങളും ഈ പൊതുസമൂഹവും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചാൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഫീൽഡിൽ നമുക്ക് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് കഴിഞ്ഞ മാസം ഈ പറയുന്ന ഹ്യൂമൻ സ്റ്റോറിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പരമ്പര ചെയ്തു. അത് വായിച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചപ്പോൾ അവര് നമ്മളോട് പങ്കുവെച്ച ഒരു കാര്യമാണ്, എങ്ങനെ പരിഹരിക്കും, എങ്ങനെ ഈ കുട്ടിയോട് ഒരു നോ പറഞ്ഞ, എങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഈ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇതിനുള്ള ഉത്തരമാണ് നമുക്ക് ഒറ്റപ്പെട്ട തുരുത്തുകളായിരുന്നുകൊണ്ട് നമുക്ക് ഇതിനൊന്നും നമുക്കൊരു പരിഹാരം സാധ്യമല്ല. ഇപ്പൊ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഈ വിഷയത്തില് നമ്മൾ ഒരു 10 പോയിന്റ് എടുത്ത് ഓരോ ഫീൽഡിനെ കുറിച്ചും അതിനകത്തെ ഓരോ റിപ്പോർട്ടിങ്ങിന്റെ മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ഇതെല്ലാം നമുക്ക് അത്രയ്ക്ക് ഓരോന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ശരിക്കും ഞാൻ ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഈ പറഞ്ഞതൊക്കെയും ഒരു ആമുഖത്തിന്റെ പരിധിയിൽ മാത്രമേ യഥാർത്ഥത്തിൽ വരുന്നുള്ളൂ. പരിമിതമായ സമയമാണ്, എല്ലാവർക്കും അതറിയാം. നമുക്ക് ഇനിയും നമ്മൾ കാണുന്ന സന്ദർഭങ്ങളിൽ ഇത് ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയും നമുക്ക് ഒരുമിച്ച് എവിടെ നിന്നാണെങ്കിലും ഒരു ചെറിയ കൈത്തിരിനാളെ നമ്മളിൽ എല്ലാവരിലും പടർന്ന് ഒരു മെഴുകുതിരിക്ക് പകരം 1000 മെഴുകുതിരികൾ കത്തിച്ചാൽ, ഒരു 10,000 മെഴുകുതിരി കത്തിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രഭ നമ്മുടെ ഇരുട്ടിനെ കടത്തി വെട്ടുക തന്നെ ചെയ്യും. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണത്തിന് മീഡിയ എക്കാലത്തും കൈകോർത്ത് നിൽക്കണമെന്നും എല്ലാവരും ഒരുമിച്ചും സമൂഹത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പോർഷൻ ഒന്ന് നിർത്തുകയാണ്. കാരണം സമയം നോക്കിയപ്പോൾ 9:15. നമുക്കൊരു 15 മിനിറ്റ് എങ്കിലും നമ്മുടെ ഒരു ഇന്ററാക്ഷന് വേണമല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം. താങ്ക് യു. ഓക്കെ മാം, ഒരു ഫോർമലായിട്ടുള്ള വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഏതായാലും മാം ഇത് ഒരൊറ്റ സെന്റൻസ് മതി. ഏതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓട്ടത്തിനിടയ്ക്ക് 1 മിനിറ്റ് എടുക്കുക, നിൽക്കുക, ഒരു ശ്വാസം എടുക്കുക. ഇത്രയും പോലും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എവിടെയും മെന്റൽ ഹെൽത്ത് മറ്റുള്ളവരെ പറ്റി മാം പറഞ്ഞ പോലെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ആദ്യം നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ. എപ്പോഴും പ്രചോദനയുടെ ഒരു സെന്റൻസ് ആണ് ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്നുള്ളത്. ആ ബെറ്റർ വേർഷൻ നമ്മൾ തന്നെ ഒന്ന് അഡാപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമുക്ക് പ്രാവർത്തികമായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. മാം പറഞ്ഞ പോലെ തന്നെയാണ് ഈ മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു ടാബു തന്നെയാണ്. നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരാണെങ്കിലും ഞാനൊരു ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണ്. ഞങ്ങൾ പ്രചോദന എന്ന് പറഞ്ഞ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അപ്പോൾ കൗൺസിലിംഗ് സെന്ററിൽ വന്ന ഒരാള് പുറത്തോട്ട് കിടക്കാൻ നേരത്ത് അവിടെ വരാന്തേ കൂടി അയാൾക്ക് പരിചയമുള്ള ഒരാൾ നടന്നു പോവാണ്.
അപ്പോൾ ഓടി വേഗം എൻ്റെ റൂമിലോട്ട് തന്നെ കയറി വന്നു. അപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് കടന്നു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ആ വരാന്തയിൽ കൂടി പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പുറത്തിരുന്നോ, അയാൾ പോയാൽ മതി, കാരണം ആ ഗ്ലാസ് അങ്ങനെയാണ്, പുറത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കാണാൻ വയ്യ, നിങ്ങൾക്ക് പക്ഷേ കാണാം. അപ്പൊ അയാൾക്ക് സമാധാനമായി, അവിടെ ഇരുന്നു ഒരു 15 മിനിറ്റോടെ അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടാണ് പുറത്തോട്ട് പോയത്. അപ്പോൾ ഒരു കൗൺസിലിംഗ് സെന്ററിൽ വരിക എന്ന് പറയുന്നത് പോലും ഒരു ടാബു ആയിട്ടുള്ള കാലത്ത് മാഡം പറഞ്ഞു, ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു. ഇതുപോലുള്ള ഇൻസിഡൻസ് ഒരുപാട് ഞങ്ങൾക്കും വരുന്നുണ്ട്. കാരണം എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഇത്രയും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് കൂടുതലും ഈ ടാബുവിലേക്ക് വരുന്നത്, അല്ലാതെ സാധാരണക്കാരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ മാഡം പറഞ്ഞ പോലെ ഒരു ദിവസത്തെ ഒരു ടോക്ക് കൊണ്ടോ ഈ വെബിനാർ സീരീസ് 6 ദിവസം നടത്തിയതുകൊണ്ട് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എല്ലാവരെയും. അപ്പൊ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെബിനാറുകൾ നടത്തുകയും ഇതൊക്കെ ഫ്രീ വെബിനാറായിട്ട് നടത്തുകയും ചെയ്യുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അപ്പം മാഡത്തിന്റെ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും സമയമുള്ളപ്പോഴെല്ലാം ഞങ്ങളൊന്ന് വിളിക്കും. അപ്പം ഞങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു ചെറിയ ടോപ്പിക്കായിട്ട് ഞങ്ങൾക്കൊരു ഇൻസൈറ്റ് ഷെയറിംഗ് ടോക്ക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരിക. അത് ഞങ്ങൾ എല്ലാവരും, പല ആൾക്കാരെയും പല ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരെ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുക ഇതിനെപ്പറ്റി എന്നുള്ളത് മാത്രം. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. മാം പറഞ്ഞപ്പോൾ തന്നെ അതുപോലെ തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, ജോജി സാറ് കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ജോജി സാറിനും വളരെയധികം നന്ദി. ജോജി സാർ ഞങ്ങൾക്ക് എപ്പോഴും നല്ല നല്ല ആൾക്കാരെ, നല്ല നല്ല ടോക്കുകൾ തരാൻ പറ്റിയ ആൾക്കാരെ നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. ജോജി സാറിനും വളരെയധികം നന്ദി. ജോജി സാറിനെയും ഇതുപോലെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അവർ നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർക്ക് എന്ന് ഉഷ എപ്പോഴും പറയും. അത് തന്നെ കാര്യം. ജോജി സാറിനെ നേരിട്ട് പരിചയപ്പെടാതെ ഞങ്ങൾക്കൊരു ബുക്ക് ക്ലബ് ഉണ്ട്, അതിൽ കൂടിയാണ് ഞങ്ങൾ ജോജി സാറിനെ ഇത്രയും പരിചയപ്പെട്ടത്. താങ്ക് യു ജോജി സാർ. ഇനി ഉഷ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ ഒന്ന് പറയാണ്. നമ്മൾ സാക്ഷരതയിൽ മുൻപന്തിയിലെത്തി മാതൃക കാണിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ നമ്മുടെ ആരോഗ്യ സാക്ഷരത എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കുക. അതിൽ തന്നെ മാനസിക ആരോഗ്യ സാക്ഷരത എത്രയുണ്ട്. അപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് ലിറ്ററസി പോളിസി, അത് നമ്മളിൽ എത്ര പേർക്കറിയാം? അതിന് നാട്ടിലെമ്പാടും സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മുതലുള്ള അല്ലെങ്കിൽ PHCകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ തോതിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. മാനസിക ആരോഗ്യ സാക്ഷരതയും അതുപോലെ തന്നെ WHO അടക്കം നിർണയിക്കുന്ന അവർ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്കിൽ ഡെവലപ്മെന്റും, ജീവിത നിപുണത ശേഷി, അതും നമ്മൾ ചെറുപ്പം മുതലേ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, മുതിർന്നവരിലേക്ക് അത് എത്തിക്കേണ്ടതെന്നുള്ളതും നമുക്ക് കരിക്കുലത്തിന്റെ പോലും ഭാഗമായിട്ട് വേണ്ടതാണ്. ഒരു മാധ്യമം എന്നുള്ള നിലയിൽ, ആ മാധ്യമത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ കുറേ നാളുകളായിട്ട് അത് പ്രയത്നിക്കുന്നുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലാണ് നമ്മുടെ നീക്കങ്ങളെല്ലാം. പക്ഷെ അത് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനും ഒരു വലിയ മാസ് മൂവ്മെന്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാം. ഓക്കെ, താങ്ക് യു മാം. ഉഷ, നമ്മുടെ ലൈഫ് സ്കിൽ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അല്ല, തീർച്ചയായിട്ടും മാം. കാരണം നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് രാമനും രാവണനും ബുദ്ധി ഉണ്ടായിരുന്നു, രണ്ടുപേരും അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അനുസരിച്ചാണല്ലോ നോളേജ് ഈസ് പവർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മാഡം സംസാരിക്കുമ്പോ തന്നെ യുവർ ഇന്റൻഷൻ ഇസ് പ്യുവർ എന്നുള്ളത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തി. കാരണം തുടക്കം മുതൽ ആ 9:15 വരെ അവസാനിപ്പിക്കുന്നത് വരെ പറഞ്ഞ ഓരോ വാക്കും അതില് നിശബ്ദമായിട്ട് ഇരിക്കുന്നതും ഒരു തെറ്റാണെന്ന് പറഞ്ഞത് ശരിക്കും ഉള്ളിൽ കൊണ്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പല ഇൻസിഡൻസും വരുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ, കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് ഒരു ഓഡിയോ ഇപ്പൊ പിന്നെയും നമുക്ക് ചെയ്യാം. പക്ഷെ കൃത്യമായിട്ടുള്ള, കാരണം ആ സ്റ്റിഗ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഞങ്ങൾക്ക് ഇതിന് തൊട്ടു മുമ്പ് പ്രശാന്ത് സർ IAS ആണ് വന്നിരുന്നത്. സർ അപ്പൊ അവരുടെ ബുക്കില് പറയുന്നുണ്ട്, എന്താ മലയാളികളുടെ 3 ഗുണത്രയം, അതാണ് മാഡം കമന്റ് പറഞ്ഞപ്പോ വലിച്ചത്. അതായത് പുച്ഛം, ദേഷ്യം, അസൂയ, ഗുണത്രയങ്ങളാണ് മലയാളികൾക്ക് എന്നുള്ളത്. അതായത് അതിൽ നിന്ന് വിട്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പൊ മാഡം ടീച്ചിങ് ഫീൽഡ് വിട്ട് റിട്ടയർ ചെയ്തപ്പോ കൗൺസിലിംഗ് പഠിച്ചു. ബീങ് എ ഡെന്റൽ പ്രൊഫഷൻ എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ ഈ സൈക്കോളജി എടുത്തേ, എനിക്ക് എന്തെങ്കിലും മാനസിക പ്രോബ്ലം ഉണ്ടായിട്ടാണോ എന്ന് വരെ ചോദിച്ചിട്ടുള്ളവരുണ്ട്. അത്രത്തോളം സ്റ്റിഗ്മയിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോണത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവയർനെസ്,
അവയർനെസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരും നന്നാവണം എന്നുണ്ടെങ്കിൽ അവര് തന്നെ വിചാരിക്കണം. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ബി ദ ചേഞ്ച് യു നീഡ് ടു, എന്താ, ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ അതർ. നമ്മളിൽ തന്നെ ആ ഒരു ചേഞ്ച് വരുത്തുക. ഇന്നലെ പുതുശ്ശേരി അച്ഛനും അതാ പറഞ്ഞു നിർത്തിയത്. ഓരോ 6 ദിവസത്തെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും നമ്മൾ എടുക്കുമ്പോ എനിക്ക് എങ്ങനെ ബെറ്റർ ആകാം, അല്ലാണ്ട് ഇത് അവൻ കേട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു, അവള് കേട്ടിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാണ് അച്ഛൻ പോയത്. തീർച്ചയായിട്ടും ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാടധികം ഇരുന്ന് ഒരു നിമിഷം വെയിറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു സ്റ്റിമുലസ് മാഡത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മുടെ പാർട്ടിസിപ്പൻസിന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരിലേക്ക് ഇടുന്നു. താങ്ക് യു മാം. ഞാനത് അൺമ്യൂട്ട് ചെയ്തു. പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും ഫീഡ്ബാക്കോ മാഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാം നമുക്ക് തന്നിരിക്കുന്നത്. ഹലോ ഹലോ ആ ഞാൻ രമേഷ് കുമാർ. അപ്പം ഞാനിത് ഈ മാഡത്തിന്റെ സ്പീച്ച് വളരെ ഗംഭീരമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ ഗംഭീരം സ്പീച്ചായിരുന്നു, ഫുൾ ഓഫ് പോയിന്റ്സ്. അപ്പൊ ഇത് മാനസിക രോഗം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ മീഡിയക്ക് ഉള്ള പങ്കാണല്ലോ മാഡം പറഞ്ഞത്. അപ്പൊ മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് മാഡം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റ്, സ്കൂൾ തലത്തില് മാനസികാരോഗ്യത്തെക്കുറിച്ചും ശാരീരാരോഗ്യത്തെക്കുറിച്ചും തീർച്ചയായും പഠിപ്പിക്കണം. എല്ലാ വർഷവും അത് സിലബസിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും വിദ്യാഭ്യാസം MA BA എത്രയോ 20 വർഷം 30 വർഷം പഠിച്ചിട്ടും എന്തുകൊണ്ട്, എന്ത് ഭക്ഷണം കഴിക്കണം, എന്താണ് ഓരോ രോഗത്തിന്റെയും കാരണം, അതെങ്ങനെ തടയാൻ പറ്റും, ഒന്നും തന്നെ ആർക്കും അറിയില്ല. ഡോക്ടർമാർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഡോക്ടർമാരുടെ സബ്ജക്റ്റിലും ന്യൂട്രീഷൻ സബ്ജക്റ്റ് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടുത്തെ മെഡിക്കൽ കരിക്കുലത്തിലും. അപ്പൊ അത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി. ഈ ഡോക്ടർമാർക്കും എക്സസൈസിന്റെ ക്ലാസിഫിക്കേഷൻ കാണാൻ, ഏത് എക്സസൈസ് ആണ് നല്ലത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അതൊന്നും ഡോക്ടർമാർ കൃത്യമായി 15 മിനിറ്റ് നടന്നാൽ മതി ഹൃദയത്തിന്റെ ആരോഗ്യം കിട്ടുന്ന പല ഡോക്ടർമാർ ഇതിൽ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും യാതൊരു കണ്ടുപിടുത്തവും നടത്തിയിട്ടില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് എക്സസൈസ്, എപ്പോൾ എക്സസൈസ്, എന്ത് ഭക്ഷണം, എന്ത് ഫ്രൂട്ട്, ഓരോ ഫ്രൂട്ട് എപ്പോൾ കഴിക്കണം, അന്ന് കൃത്യമായിട്ട് ന്യൂട്രീഷനിസ്റ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതെന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സബ്ജക്റ്റാണ്. അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ മെന്റൽ ഹെൽത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ബ്രെയിൻ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഫിസിക്കൽ സൈഡ്, ബ്രെയിൻ ഹെൽത്ത് പോയാൽ തന്നെ മെന്റൽ ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്യും. ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാതെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയുള്ള എക്സസൈസ്, അതിനുള്ള ന്യൂട്രീഷൻ, ഇതേമാതിരിയുള്ള മേഡം മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞോന്നറിയില്ല. അങ്ങനെയുള്ള എക്സസൈസ്, പുറത്ത് നടക്കാൻ പോവുക, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു ധാരണയില്ല. എന്തെങ്കിലും ഒരു മെന്റൽ എമർജൻസി വന്നാൽ, മറ്റേ ഫിസിക്കൽ എമർജൻസി വന്നാൽ കാഷ്വാലിറ്റി ഉണ്ട്. ഒരു മെന്റൽ എമർജൻസി വന്നാൽ എവിടെ പോകും നമ്മൾ? ആരോട് പറയും? അങ്ങനത്തെ ഒരു കാഷ്വാലിറ്റി ഉണ്ടോ? ഒരു ഡോക്ടറുള്ളതായിട്ടും എനിക്ക് അറിവില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് ഈ മാഡം പറഞ്ഞ മീഡിയന്റെ കാര്യം വളരെ ശരിയാണ്. മലയാളിയുടെ വിചിത്രമായ സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള ആരെ കണ്ടാലും ക്രിട്ടിക്കലായിട്ട് കാണുക എന്നുള്ളത്, എന്തിലും കുറ്റം കണ്ടെത്തുക എന്നുള്ളത്, അതൊരു വലിയ കഴിവായിട്ടാണ് മലയാളി കാണുന്നത്. അപ്പൊ അതോടുകൂടി അയാളുടെ ഈഗോ സാറ്റിസ്ഫൈഡ് ആയിരുന്നേ ഉള്ളൂ. ഇതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് ശരിയായി തീർച്ചയായിട്ടും കാണണം. ഇങ്ങനെയുള്ള ടോക്കുകൾ കൊടുക്കുമ്പോൾ അതിൽ തികച്ചും തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണമെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും അത് വിശ്വസിച്ചു പോവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ മീഡിയനേക്കാൾ എനിക്കൊന്ന് പാരന്റ്സ് ആണ് ഇൻഡ്യൂസ് ചെയ്യുന്ന കുട്ടികളിലും മാനസിക രോഗങ്ങൾ എന്നാണ് എൻ്റെ. പാരന്റ്സും ടീച്ചേഴ്സും ഫിറ്റ് ആണോ ഈ കുട്ടികളെ പിന്നെ പാരന്റ് ആവാൻ? ഫിറ്റ്നസ് ഫോർ എ പാരന്റ്, അല്ലെങ്കിൽ ഒരു പാരന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്, അല്ലെ ടീച്ചർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? അല്ലെ വളരെ ഒരുപാട് പേരൻസ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണെന്നെല്ലാം അറിയാലോ. സൈക്കോളജി പഠിച്ച മേടാന്ന് തോന്നുന്നത് ഇല്ലേ? NPD എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള, അത് കുട്ടികളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പലരും കുട്ടികളെ നമുക്ക് എന്ത് വേണം ചെയ്യാം, ചീത്ത പറയുകയോ അടിക്കുകയോ എന്ത് വേണം ചെയ്യുന്നതാണ് പേരൻസ് ധരിച്ചിരിക്കുന്നത്. ടീച്ചേഴ്സും ധരിച്ചിരിക്കുന്ന കുട്ടികളെ എങ്ങനെ വേണം ചീത്ത പറയാം. മെന്റൽ ടോർച്ചറിങ്, ഫിസിക്കൽ ടോർച്ചറിങ് നിർത്തി മെന്റൽ ടോർച്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഷ്ടംമാതിരി സ്കൂളുകളിലും വീടുകളിലും. അമേരിക്കയിലെ കുട്ടി കരഞ്ഞ അപ്പം തന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട്. ഇവിടെ അത് തുടങ്ങിയിട്ടില്ല. അത് ഇവിടെയും തീർച്ചയായിട്ടും തുടങ്ങണം.
പിന്നെ സൈക്കോളജിസ്റ്റുകൾക്ക് ഇതിൽ ഈ സ്റ്റിഗ്മ വളർന്നതിൽ സൈക്കോളജിസ്റ്റുകൾക്ക് തന്നെ നല്ല റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സൈക്കോളജിസ്റ്റ് ഒരു സ്കൂളിൽ നിന്ന് ഒരു സൈക്കോളജിസ്റ്റ് ടോക്ക് കൊടുക്കുന്ന ഞാൻ കേട്ടു. അപ്പൊ അതിൽ പല മെന്റൽ ഇഷ്യൂസ് ഉള്ള ആളെ പറ്റിയും പറയുന്നുണ്ട്. അവരെയൊക്കെ പരിഹസിച്ചും പുച്ഛിച്ചുമാണ് സൈക്കോളജിസ്റ്റ് സംസാരിക്കുന്നത്. ആ പഹയൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഇവർക്ക് തന്നെ ഒരു ക്ലാസ് കൊടുക്കേണ്ടതുണ്ട്, ഈ സൈക്കോളജിസ്റ്റുകൾക്ക് തന്നെ, ഈ സ്റ്റിഗ്മ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പൊ വളരെ താങ്ക്സ് മാഡത്തിന്റെ ടോക്ക് ഗംഭീരമായിരിക്കുന്നു. ആ ഫ്ലുവൻസി കലക്കിയിട്ടുണ്ട്. അത് പിന്നെ അതല്ല, ഫാക്ട്സ് ആണ്, ഫുൾ ഓഫ് പോയിന്റ്സ്. നന്നായിട്ടുണ്ടത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. താങ്ക് യു. രമേശ് സാർ ആരാന്ന് പറഞ്ഞില്ല എന്തായാലും. ഞാനാരെന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയാം സർ. മാം, ഞാൻ കോഴിക്കോടാണ് BDS പഠിച്ചത്. അവിടെ കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോട്. അവിടുത്തെ റിട്ടയർ ചെയ്ത കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് HOD ആണ് സർ. ഓ സർ, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരു 7 വർഷം. ഓക്കെ. മാഡം ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ കോട്ടയം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വെൽക്കം. എല്ലാവരും ഒരു സെക്കൻഡ് എടുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണോ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ പ്രീതി കൊച്ചിന്നാണ്. പറഞ്ഞോളൂ മാം. ഞാനും ഒരു ഡെന്റിസ്റ്റ് ആണ്. യെസ് ഡോക്ടർ. രമേശ് സാറിന് എനിക്ക് തോന്നുന്നു എന്റെ ഹസ്ബൻഡിനെ നന്നായിട്ട് അറിയണ്ടാവും, ഡോക്ടർ ഷിബു ശ്രീധർ. ഓക്കെ, അറിയാം, എന്ന് വിളിക്കുന്ന ആളാ. അതെ, എനിക്കിപ്പോ മനസ്സിലായി, സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാറാണെന്നുള്ളത് മനസ്സിലായത്. അപ്പൊ മാം, ഇവിടെ എന്റെ ഒരു തോട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്രൈസിസ് എങ്ങനെ നേരിടണം എന്ന് അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും കുട്ടികളൊക്കെ വളരെ ടെൻസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സന്ദർഭം വരുമ്പോ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങള് എവിടെയും പഠിപ്പിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പൊ നമ്മളെയൊക്കെ ഒരു തലമുറ ഇപ്പോഴും ഒരു എൽഡർലി പേഴ്സൺ റൂമിലോട്ട് വന്നാൽ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്നുപോകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം, അവർക്കത് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് ആ കോവിഡ് ടൈമിലൊക്കെ ഉള്ള കുട്ടികൾ എക്സ്പോഷർ കുറവായിരുന്നു. അവർക്ക് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളിലും അവരുടെ ഒരു ബിലീഫ് തന്നെ വേറെയാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് വേറെയാണ്. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ ഒരു പരിധിയിൽ കൂടുതൽ പേരൻസിനോ ടീച്ചേഴ്സിനോ മീഡിയക്കോ ഒന്നും തന്നെ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പത്രം വായിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ ഇവിടെ പറഞ്ഞു മടുത്ത് കിടക്കുന്ന കാര്യമാണ്. ആ എഡിറ്റോറിയൽ പേജൊക്കെ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു കുട്ടി ഇരുന്ന് ഇപ്പൊ ഒന്നും വായിക്കുന്നു. ഇപ്പൊ നമുക്കൊക്കെ ഡെയിലി രാവിലെ ആ പത്രം വായിക്കുക എന്നുള്ളൊരു ഹാബിറ്റാണ്. ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു മിസ്സിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാഞ്ഞു പോവാണ്. പക്ഷെ എന്ന് വെച്ച് ഈ കുട്ടികളാരും ബുദ്ധിയില്ലാത്തവരോ കഴിവില്ലാത്തവരോ അല്ല. അവരുടെ ടാലൻസ്, അവരുടെ എന്താ പറയാ, അവര് ഇപ്പൊ പലതും ഗൂഗിളിൽ കൂടെയൊക്കെ അറിയുന്നുണ്ട്. അതിൽ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പാരന്റിങ്, അതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ വരുന്ന പാരന്റ്സും ഇതൊക്കെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസം എപ്പോഴും ഈ ജനറേഷൻസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരളവിൽ കൂടുതൽ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തെറ്റുകളെ തിരുത്താൻ നമുക്ക് ശ്രമിക്കാം എന്നല്ലാതെ ഇതിനൊരു ശരിക്കും വലിയൊരു അവയർനെസ് പ്രോഗ്രാം വളരെ ഒരു വലിയ നിലയിൽ ഒരു ചെയിനായിട്ട് തന്നെ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്, സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു മാം. ഇതില് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമരം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ ഞാൻ പറയും, നമ്മൾ ഒരു 3ആം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കേണ്ട സമയമായി എന്ന് പറയും. കാരണം നമ്മളൊരു മറുപടി പ്രതീക്ഷിക്കാതെ, റിസൾട്ട് ഫലം എന്തെന്ന് ആലോചിക്കാതെ
നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും അവരുടെ ജീവനും സ്വത്തും എല്ലാം കളഞ്ഞ് തെരുവിലിറങ്ങി അലഞ്ഞ് അടിയും കൊണ്ട് നമുക്ക് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരൊന്നിനെ കുറിച്ച് അവർക്ക് ഇത് കിട്ടുമോ കിട്ടിയല്ലേ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. നമ്മൾ ഈ കടന്നു പോകുന്നതിനകത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഏറെയും. 99.99% അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തോ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ, നമ്മൾ കൃത്യമായ പ്ലാനോടുകൂടി നമ്മൾ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്കിതിനൊരു ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറയെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരിതിൽ ശരിയാകില്ല, ഇത് നേരെയാകില്ല, അങ്ങനെ ശരിയാണ്. കാരണം നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി ടീച്ചറുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് മറ്റൊരു കാര്യം സാധിച്ചു തരുമോ എന്ന് പോൺ വീഡിയോ കണ്ടതിന് ശേഷം ചോദിച്ചതിനെ കുറിച്ച് 2 മാസം മുമ്പ് ഞാൻ പത്രത്തിൽ എഴുതിയതേ ഉള്ളൂ. അത്തരം വളരെ വിഷലിപ്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ കഴിയുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഒരു മാസ് ക്യാമ്പയിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ചർച്ചയും ചെറിയ ചെറിയ മാറ്റത്തിന്റെ മുള പൊട്ടുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. അതെ മാം, പ്രതീക്ഷയാണല്ലോ ഏറ്റവും വലുത്. ഹലോ. യെസ് പ്രേമ മാം. യെസ് ഗായത്രി മാഡം. പറയാം, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവിടെ നിന്നാണ് ഞങ്ങളിൽ ഒരുപാട് പേര് കേട്ട് ഇരിക്കുന്നതിൽ കുറച്ച് പേരെങ്കിലും സൈക്കോളജി, അതായത് വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു പഠിക്കാനുള്ള ആഗ്രഹവുമായിട്ട് ചെന്നെത്തിയത് മാഡാണ്, അതിന്റെ ഡയറക്ടർ സൈക്കോളജിയുടെ. ഓവർ ടു യു പ്രേമ മാം. താങ്ക് യു ഉഷ ഫോർ ഇൻട്രൊഡ്യൂസിങ് മീ. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഞാനും വൈകിയ വേളയിൽ സൈക്കോളജി പഠിച്ച ഒരാളാണ്. അതോടൊപ്പം തന്നെ കോർഡിനേറ്ററായിട്ട് മറ്റു പല പ്രോഗ്രാമുകളോടൊപ്പം തന്നെ സൈക്കോളജിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയ 7 വർഷത്തോളം കൊണ്ടുപോയ ഒരു അധ്യാപികയാണ്. അതിനു മുമ്പേ ഒരു കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഗായത്രി മാഡം വളരെ എന്താ പറഞ്ഞ പോലെ ഒരു നദി ശാന്തമായി ഒഴുകുന്ന പോലെയായിരുന്നു ഇന്നത്തെ ആ ടോക്ക്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ അറിഞ്ഞില്ല നമ്മൾ എന്താ കേൾക്കുന്നത് എന്നുള്ളത്. ഒരു സംഗീതമൊക്കെ കേൾക്കുന്ന ഒരു സുഖമായിരുന്നു. അത്ര ഫ്ലുവന്റ്, അത്ര ഫ്ലോ ആയിരുന്നു. ഞാൻ വെറുതെ പറയല്ല, കറക്റ്റ് ആയിട്ടും നമ്മളിങ്ങനെ കേട്ടിങ്ങനെ, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്ന്, എഴുതാനൊക്കെ എടുത്തു വെച്ചെങ്കിലും ഒന്നും എഴുതിയില്ല, ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നു. അത്രയ്ക്കും ഭംഗിയായിട്ട് മാഡം സംസാരിച്ചു. പ്രത്യേകിച്ച് ഒരു മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞത്, എല്ലാം അതിൽ പറഞ്ഞ ഓരോ പോയിന്റും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സമകാലീന പ്രശ്നം തന്നെയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഒരുപാട് സംഘടനകൾ നമുക്കുണ്ട്. ഇപ്പൊ മീഡിയ, ഗായത്രി മാഡം നിങ്ങളെപ്പോലെയുള്ളവരും എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് NGOs ഉണ്ട്. ഈ NGOസിനെ എല്ലാം ഒന്ന് വെബ്സൈറ്റിലും ഒക്കെ നോക്കി ഇവരെ എല്ലാവരെയും ഒന്ന് കൂട്ടിപ്പിടിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഒരു 3ാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോണ പോലെ NGOs മാത്രമേ ചെയ്യുള്ളൂ. സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമല്ല. കാരണം ഞാനൊക്കെ ഇത് പലപ്പോഴും കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എത്രയോ തവണ പറഞ്ഞതാണ്. ഇപ്പൊ ഒരു കരിക്കുലത്തിലും ഇതുവരെ അതൊന്നും വെച്ചതായിട്ട് ഉണ്ടാക്കിയതല്ല, ഇൻക്ലൂഡ് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതേപോലെ ഒരു മാസ് മൂവ്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടികളെ അല്ല നമ്മളെ തന്നെ, ഇപ്പൊ എൻ്റെ ജനറേഷൻ അത്ര കുഴപ്പമില്ല. എൻ്റെ ജനറേഷൻ ഇതുപോലെ ഒരു മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നുമില്ല. നമുക്കൊക്കെ കുറച്ചും കൂടി വായന അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല നല്ല സെമിനാർ, ഇതൊക്കെ ഇപ്പോഴും അത് തന്നെയാണ്. ഒരു സ്നേഹം ഇപ്പോഴും അതിനോടാണ്. മൊബൈൽ ആവശ്യത്തിന് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ യങ് മദേഴ്സ്, ഇപ്പോഴത്തെ യങ് മദേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്, എന്റെയൊക്കെ മക്കൾ ഉൾപ്പെടെയുള്ള അവരും അവരുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കേണ്ട ഒരു കടമയുണ്ട്. അല്ലെങ്കിൽ ഇത് എവിടെ പോയി വീഴുമെന്ന് അറിയില്ല. ചിലപ്പോ ഞാൻ പറയും, നമ്മളൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, ഇത് കാലം ഇങ്ങനെ അങ്ങ് പോകും, നമ്മളെ പോലെ ആവണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അവര് ജീവിക്കണം, സന്തോഷത്തോടുകൂടി അവര് ജീവിക്കണം. അവർക്കൊരു സന്തോഷമില്ലായ്മ കാണുമ്പോഴേ ഉള്ളൂ നമുക്കൊരു വിഷം. അതുകൊണ്ട് ആ ഒരു മാസ് മൂവ്മെന്റിന് എങ്ങനെ ഒരു തുടക്കം കുറിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഗ്രൂപ്പുകളും ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും കൂടിയാണ് ഞാൻ. എനിക്കൊക്കെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഒരു സ്ത്രീ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ത്രീ സംഘടനയുണ്ട്, നാഷണൽ ലെവലിലുണ്ട്, അത് കേരള സ്റ്റേറ്റ് ലെവലിലുണ്ട്. അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ അതാണ് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, കൺഗ്രാജുലേറ്റിനോടൊപ്പം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം സാധാരണ കുറച്ച് പ്രായമായവർ പറയാറുണ്ട്, പണ്ടൊന്നും പത്രങ്ങളിൽ ഇതൊന്നും വരാത്തത് കൊണ്ടായിരിക്കാം, പണ്ടും ഉണ്ടായിട്ടുണ്ടാവും,
പക്ഷെ പത്രങ്ങളിൽ ഇത് പിന്നെയും വരുമ്പം അത് വീണ്ടും അങ്ങനെ ചെയ്യാൻ ഇപ്പൊ ഒരു പീഡനം അല്ലെങ്കിൽ ഒരു കവർച്ച, അപ്പൊ അത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അത് എങ്ങനെയെന്ന് വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാമ്പിനെ കൊണ്ട് എങ്ങനെ കുത്തിച്ച് കൊല്ലാം എന്ന് വരെ കണ്ടെത്തരെ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പൊ അത്ര പോലും ചെയ്യുന്നത് അത് മീഡിയ ഒരു എതിരായിട്ടല്ലേ ഇത് വരുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നതെന്നുള്ളത് ഒരു വലിയ, പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ ഏജിലുള്ള ഒരു 60+ ഉള്ളവരെല്ലാരും പൊതുവെ ചിന്തിക്കുന്നത് അതാണ്. അപ്പൊ അതിന് നമ്മൾക്ക് ഇപ്പൊ എന്താ, പക്ഷെ കാര്യങ്ങൾ നന്നായിട്ട് പറയണം. പക്ഷെ പലപ്പോഴും വളച്ചൊടിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ഒരു സർക്കുലേഷന് വേണ്ടിയോ അങ്ങനെ പോകുന്നത് ഒരു നമ്മുടെ ഒരു പ്രിൻസിപ്പിളിന് എഗൻസ്റ്റ് അല്ലേ? അതുകൊണ്ടാണോ ഇത്തരം സംഭവങ്ങൾ ഒരു കുട്ടി ഇപ്പൊ മുകളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു 4ാം നിലയിൽ. പിന്നെ ഒരു ഒരാഴ്ചക്ക് കാണാം 4ാം നിലയിൽ നിന്ന് ചാടി, 10ാം നിലയിൽ നിന്ന് ചാടി. അപ്പൊ ഇത് അതങ്ങനെ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഷെയർ ചെയ്യായിരുന്നു. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ല. ദിസ് ഇസ് ദ ട്രൂത്ത്. അതിന്റെ വലിയ വാസ്തവമൊന്നും ഇല്ല. നമ്മളെ പോലെ ഉള്ളവർക്ക് ഇപ്പൊ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കാർക്കും ഇതിന് ആത്മഹത്യ ചെയ്യാൻ തോന്നും. പക്ഷെ മനസ്സ് അതേപോലത്തെ ഒരു സ്ഥിതിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി, അതെ, അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിൽ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോ ഈ പത്രവാർത്തയോ അല്ലെ ഈ മീഡിയ മറ്റേ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു വാർത്ത ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിക്കൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. പേര് മുൻജീബ് എന്നാണ്. ഞാൻ സൈക്കോളജി, MA സൈക്കോളജി 2nd ഇയർ സ്റ്റുഡന്റ് ആണ്. ഞാനൊരു സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് കൂട്ടിയിട്ടാണ്. കുട്ടികളുടെ തലച്ചോറ് യുദ്ധക്കളമാകുന്നു എന്നൊരു പ്രയോഗം വലിയൊരു പ്രയോഗമാണ്. കാരണം വളരെ മീനിങ് ഫുൾ ആണ്. ഇപ്പോ ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരേ സമയം തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് അവരിങ്ങനെ അവരുടെ ഫോക്കസ് കുറയുന്നു, പഠനത്തിലെ ശ്രദ്ധ കുറയുന്നു, അതോടൊപ്പം തന്നെ സ്വഭാവ വൈകല്യങ്ങളും വരുന്നു. അപ്പൊ ഒരു ജനറേഷനാണ് സ്വാഭാവികമായിട്ടും നല്ലൊരു ശതമാനം കുട്ടികളും ഇങ്ങനെ ആകുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഒരു രാജ്യത്തിന് അവർ കേണ്ടുന്ന അവരുടെ സേവനം അല്ലെങ്കിൽ ആ രാജ്യം അവർ അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷകൾക്ക് തന്നെ വലിയ കോട്ടം തട്ടുന്ന ഒരു അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നത് മെന്റൽ ഹെൽത്ത് എമർജൻസി അല്ലേ നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞ രാജ്യം തന്നെ വലിയൊരു നമ്മുടെ സ്റ്റേറ്റ് തന്നെ വലിയൊരു തകർച്ചയെ നേരിടുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരുപാട് കുട്ടികളെ കൂടുന്ന ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 8 വർഷത്തോളമായിട്ട് ഒരു സ്കൂളിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് വളരെ അപകടകരമായ ഒരു അവസ്ഥയെ നമ്മൾ നേരിടാൻ പോകുന്നുണ്ട്. നമ്മളുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റിക്ക് ലിമിറ്റ് വരാൻ തുടങ്ങി. പ്രതീക്ഷകൾ നമുക്ക് മങ്ങലേക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസ തലങ്ങളിൽ, നമ്മൾ അക്കാദമിക തലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സർക്കാർ തലങ്ങളിലായാലും അതല്ലെങ്കിൽ ആരോഗ്യ തലങ്ങളിൽ നിൽക്കുന്ന മീഡിയ ബേസ് ചെയ്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തൊരു സൊല്യൂഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു സ്റ്റോപ്പ് ചെയ്യുക, നമ്മളൊന്ന് നിൽക്കുക എന്ന് പറഞ്ഞല്ലോ. അത് എല്ലാ അടിസ്ഥാനത്തിലും ശരി തന്നെയാണ്. പക്ഷെ എന്താണ് എമർജൻസി ആയിട്ട് ഒരു ക്യാപ്സുലൈസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുക? ഇപ്പൊ എനിക്കൊരു ഒരു കാര്യം പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു സ്കൂളിൽ കിട്ടിയാൽ എനിക്ക് എന്റെ സ്കൂളിൽ കൊണ്ടുവരാൻ പറ്റുന്ന, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊരു സൊല്യൂഷനാണ്, വളരെ ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന എന്ത് സൊല്യൂഷനാണ് മാഡത്തിന് സജസ്റ്റ് ചെയ്യാൻ കഴിയും? നമുക്ക് അതൊരു ചെറിയൊരു ക്യാപ്സൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലെങ്കിൽ കൂടി നമുക്ക് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള തലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുട്ടികളുമായിട്ടുള്ള വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പഠിപ്പുര പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരിലൊരു കുട്ടിയുണ്ട്, നമ്മളിലൊക്കെ കുട്ടിയുണ്ട്. ഈ കുട്ടികളിൽ ആ കുട്ടിയുണ്ട്. ആ കുട്ടിയെ നമ്മൾ പിടികൂടുക എന്നുള്ളതാണ്. ആ കുട്ടിയെ നമുക്ക് പിടികൂടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അത് സ്നേഹത്തിൽ കൂടി നമ്മൾ ബിൽഡ് ചെയ്യുന്ന ട്രസ്റ്റിൽ കൂടിയാണ്. നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറയാം, നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്കൂളിൽ ഒരു ക്ലാസ് ഒരു മണിക്കൂർ ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ ആ ഒരു മണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം മൊബൈലിനെ കുറിച്ചോ വീഡിയോകളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കുകയല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് ഹൃദയം തുറന്ന് സംസാരിച്ച് നമ്മൾ അവരിലെ ആ കുട്ടിയെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു മണിക്കൂർ ഒരു ക്ലാസ് എടുക്കാൻ നമുക്കൊരു സ്കൂളിൽ കിട്ടിയാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
അങ്ങനെ നിലമൊരുക്കാതെ നമ്മൾ ഒരു വിത്ത് വിട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഉപദേശങ്ങളിൽ നമ്മൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോ കാര്യമില്ല. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമുക്ക് ഈ പ്രശ്നത്തിനകത്ത് നിന്ന് ഈ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ഈ സൊല്യൂഷൻ പറയിക്കാൻ പറ്റും എന്നുള്ള വളരെ രസകരമായിട്ടുള്ള ചില ഗെയിമുകളുണ്ട്. അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. 2 മാസം നമുക്ക് മലയാള മനോരമയിൽ ഹായ് കിഡ്സ് എന്ന് പറയുന്ന ഒരു പങ്ക്തി നമ്മൾ ഈ അവധിക്കാലത്ത് കൊണ്ടുപോയിരുന്നു. ഈ കുട്ടികൾ ഹായ് കിഡ്സിനോട് സംസാരിക്കുക. ഹായ് കിഡ്സിന്റെ വീട് എവിടെയാ, ഹായ് കിഡ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണോ എന്നൊക്കെ സംസാരിക്കുക. അപ്പൊ നമ്മൾ കരുതുന്നത് 1, 2, 3 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, 8ലും 9ലും 10ലും 11ലും 12ലും പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഹൈ കിഡ്സുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അവർ പല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു. അവരോട് നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അവരതിന് ഒപ്പം നിൽക്കുന്നു. ചില പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അവർ തന്നെ അതിന്റെ സൊല്യൂഷനുമായിട്ട് വരുന്ന ചില പ്രാക്ടിക്കൽ ഗെയിംസ് ഉണ്ട്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കളി എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുതാക്കുകയല്ല, അത് ശരിക്കും ഗെയിം തന്നെയാണ്. ഇപ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമില്ലേ, നമ്മൾ സിഗരറ്റ് വലിക്കുന്നു, നമ്മൾ മദ്യപിക്കുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ നമ്മൾ മറ്റൊരാളോട് പറയും, എന്ത് പറയും? ഇത് പ്രശ്നമാണ്, ഇത് വലിക്കരുത് അല്ലെങ്കിൽ കുടിക്കരുത് എന്ന് നമ്മൾ പറയുന്ന ഒരു നമ്മളുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കുട്ടികൾ വീട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഈ മൊബൈലിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവർക്കൊരു നാടകത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ നമ്മൾ സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ സിറ്റുവേഷനകത്ത് എന്താണ് ശരിക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ തന്നെ ആദ്യം വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. 2ാമത്തെയോ 3ാമത്തെയോ സെഷനിൽ അവര് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു സൊല്യൂഷനുമായിട്ട് അവർ രംഗത്ത് വരും. പിന്നെ 3ാമത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അവർക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ടൈം ടേബിളിനെ കുറിച്ച്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും മൊബൈൽ ഉപയോഗിക്കരുതെന്നോ TV കാണരുതെന്നോ സ്ക്രീൻ ടൈം ഇങ്ങനെ ആകണമെന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, പിന്നെ എന്താണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, അത് സ്വന്തമാക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ചുറ്റും നോക്കിയാൽ കാണാം. അതായത് ചില സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും അതെന്തോ നല്ലതെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്കാണ് അതിന്റെ പരസ്യങ്ങൾ, അത്രയ്ക്കാണ് അതിനെക്കുറിച്ചുള്ള പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഈ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഈ രീതിയിലുള്ള ഒരു ജീവിതം, ഇതാണ് കേട്ടോ ഒരു അന്തസ്, ഇതാണ്, ഇങ്ങനെയാണ് ഇത്. ബാക്കി എല്ലാവരും ചെയ്യുന്നതല്ലേ ഫോൺ കാണുന്നത്, എല്ലാവരും ചെയ്യുന്നതല്ലേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ അതിനകത്തുനിന്ന് ഇല്ലില്ല ഞാനതിനില്ല എന്ന് പറയുന്നതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരികയും കുട്ടികളെ അവരറിയാതെ അവരിലെ കുട്ടിയെ നമ്മൾ നമ്മുടെ വരുതിയിലേക്ക് എന്നുള്ളതല്ല കേട്ടോ, ആ ഒരു പ്രയോഗം തന്നെ അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല, നമ്മളും അവർക്കൊപ്പം നിന്ന് ഒരു പുതിയ മാറ്റത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ള. ഇനി പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഞാനും നമ്മൾ ഓരോരുത്തരും ഈ കുട്ടികളുടെ പേരൻസും അധ്യാപകരും എല്ലാവരും നമ്മൾ ഈ ഒരു പ്രശ്നത്തിനകത്ത് നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അവരവരുടേതായ രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് ഉണ്ട്, പ്രസന്റേഷനുകളുണ്ട്, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒത്തിരി മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു മണിക്കൂർ നമ്മൾ ഒരു ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഹൃദയത്തെ പിടിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളാകേണ്ടത് എന്നുള്ളത് ഇപ്പോഴൊക്കെ പല സ്കൂളുകളിലും എല്ലാ കാലത്തും ഉണ്ട്. ഏത് സ്കൂളിലും ഉള്ള ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്നത് മാത്രമാണ് അല്ലെങ്കിൽ പഠനത്തിൽ നല്ല മാർക്ക് കിട്ടുന്നു അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഒരു നേട്ടത്തിന്റെ ഒരു മാറ്റുരയ്ക്കുന്ന ഘടകം എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിനകത്ത് അവഗണിക്കപ്പെട്ട് മാറി നിൽക്കുക. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്നതും എടുക്കുന്നതും എന്തും നമ്മുടെ ഒരു കഴിവിനെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, ഇവരെ എങ്ങനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താം, മനഃപൂർവ്വം എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ആക്കുന്നു എന്നുള്ളതല്ല. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പേരൻസിന് പോലും ക്ലാസ്സുകൾ എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ കുട്ടികൾ അമ്മയെ ബോറടിക്കുന്നു അല്ലെ അച്ഛാ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞാൽ സാരമില്ല 10 മിനിറ്റ് നീ ബോറടിച്ചോ എന്ന് നമ്മൾ പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ ഇത് വലിയ ബോധവൽക്കരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള മോഡ്യൂൾസ് ഉണ്ട്. കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറിന് അത് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് പങ്കുവെക്കാവുന്നതാണ്. സ്കൂൾസിൽ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്നും എന്താണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ് കുട്ടികളെ എങ്ങനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്നതുമാണ്. ഇനി താങ്ക് യു സർ. ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, നമ്മുടെ TV സീരിയൽസ് എങ്ങനെ മെന്റൽ ഹെൽത്തിനെ, അത്രയും എനിക്ക് വായിക്കാൻ സാധിച്ചുള്ളൂ, TV സീരിയൽസ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നിരിക്കാം ആ ചോദ്യം. നമ്മൾ സിനിമയെക്കുറിച്ച് എന്ന് പറയുന്ന ഒരു വലിയ ഫ്രെയിമിലെ കാര്യങ്ങൾ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാറ്റിനും
നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ സീരിയലിലൊക്കെയുള്ള കഥകൾക്കകത്ത് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർക്കാറുണ്ട്, ഇതിനകത്തൊന്നും ഒരു ജോലിക്ക് പോകുന്ന ഒരു പെണ്ണ് പോലും ഇല്ലെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇതിനകത്ത് എന്താ ഇത്രയും മനുഷ്യര്, സ്ത്രീകൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ട് ഈ ജോലിക്ക് പോകുന്നവരാരും ഇല്ലേ ഈ സീരിയലിൽ? അപ്പം നമ്മളൊരു 10 ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ 20 ചുവട് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന എന്തോ പരിപാടിയാണോ ഇതിൽ നടക്കുന്നതെന്ന് വരെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കഥകൾ ഇതൊന്നും അല്ലാതെ ഉണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വീട്ടില് എല്ലാ സീരിയലിന്റെ ആത്യന്തികമായിട്ടുള്ള കഥാതന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ മരുമകളും അല്ലെങ്കിൽ നാത്തൂന്മാര് തമ്മിലുള്ള പോര്, കാമുകിമാര് തമ്മിലുള്ള പോര്, സഹോദരിമാര്, ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഈ പോരുകള് യഥാർത്ഥ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പലതായിട്ടുമുണ്ട്. നമ്മൾ അതിനെ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇതിനെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയും കാല് നിലത്ത് ചവിട്ടി നിന്നുകൊണ്ടും വൃത്തിയായിട്ടുള്ള രീതിയും എല്ലാം നമുക്ക് മറ്റൊരു പല രീതികളിലും ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പം വളരെ ഇതായിട്ട് അത്ഭുതപ്പെട്ടു. ഒരു കൊച്ചമ്മ അച്ഛനെ തേടി അലഞ്ഞു നടക്കുന്നു, അച്ഛന്റെ കൂടെ താമസിക്കുമ്പോൾ അച്ഛനാന്ന് പറയാതിരിക്കുന്നു. ഇത് തന്നെ 10 വർഷം മുമ്പ് കണ്ടു, 10 വർഷത്തിന് ശേഷം ഇത് തന്നെ കാണുന്നു. ഇനി ഒരു 10 വർഷം കഴിഞ്ഞു ഇതേ കൊച്ച് അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഈ നാനാജാതി കഥകളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് വളരെ എന്താ പറയുക, ജീവിതഗന്ധിയായ ജീവിത സ്പർശിയായിട്ടുള്ള സീരിയലുകൾ ഉണ്ടാക്കാം. ഇനി ഇതിന്റെ ഞാൻ ഇതിനൊക്കെ എതിർത്തൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാലത്ത് ഒരു മുത്തശ്ശി നമുക്ക് പറയാം, ഒരു ചെറിയ ആ ഒരു പ്രായത്തിലുള്ള ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, മോള് പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ അല്പമെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യുന്ന എൻ്റെ സീരിയൽ ടൈമിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ആലോചിച്ചു, ദൈവമേ ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മീ ടൈം എന്ന് പറയില്ല, അതൊക്കെ ഇപ്പോഴല്ലേ നിങ്ങൾ ഈ മീ ടൈം എന്നൊക്കെ പറയാൻ തുടങ്ങി, എൻ്റെ മീ ടൈം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ പണിയെല്ലാം ഒതുക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ സീരിയൽ കാണുക കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന അവർക്കൊരു മീ ടൈം തന്നെയാണിത്. പക്ഷെ അതുപോലും നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ സീരിയൽ എടുക്കുന്നവരെല്ലാം നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലണമെന്നല്ല പറയുന്നത്. നമ്മുടെ കലാകാരന്മാരും കലാകാരികളും അവരെ വന്ന് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ആളുകൾ അത് ഭംഗിയായിട്ട് എന്തെല്ലാം നമ്മുടെ ചുറ്റും ഒരു ദിവസം ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ എന്തുമാത്രം കഥകളുണ്ട്. അപ്പോഴെങ്ങനെയാ നമ്മൾ ഈ ചിലതിന്റെ മാത്രം ചുറ്റും നിന്നിങ്ങനെ നിൽക്കുന്നത്? അതുപോലെ തന്നെ ഒരാളെ കൊല്ലാൻ പോകുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ഒന്ന് കിതക്കി, ഇതൊന്നും നമ്മളാരും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്തിനാണ് എക്സാജറേറ്റ് ചെയ്ത് ഇത് അവതരിപ്പിക്കുന്നത്? നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൂടെ? ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് മീ ടൈം ആകാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് സീരിയൽ എന്നുള്ള എൻ്റെ ഒരു കാഴ്ച മാറിപ്പോയി ആ അമ്മൂമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ. അതുവരെ ഞാൻ വളരെ വെഹമെന്റ്ലി എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇറക്കുന്നത്, ആൾക്കാരെല്ലാം നെഗറ്റീവായി പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു സൈഡ് കൂടി ഉണ്ട്. ഒരുപാട് പേരുടെ ഇതുപോലുള്ള പരിപാടി കണ്ട് ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു എന്റർടൈൻമെന്റ് പോസിബിലിറ്റിയെ നമ്മൾക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. അത്രയും നല്ല കലാകാരന്മാരും കലാകാരികളുമാണ് അതിൽ വരുന്നതും ആ ക്രിയേറ്റീവായിട്ടുള്ളതും. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളതാണ് അവിടെയും നമ്മൾ ഈ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വരുന്നത് നമ്മളെ പോലുള്ളവരിലേക്ക് തന്നെ വരിക. കാരണം നമ്മൾ ഈ കമന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് പോലെ ഈ നമ്മളെ കുറെ പേര് ഇതിരുന്ന് കാണുന്നുണ്ട് എന്നുള്ളതിലേക്കാണ് വീണ്ടും വരുന്നത്. അത് ഈ കാണുന്നത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും വിൽക്കപ്പെടുന്നത്. അതല്ല, ഞങ്ങൾക്ക് മറ്റൊന്നാണ് വേണ്ടത് എന്നുള്ളത് ഈ കാഴ്ചക്കാരിൽ നിന്ന് വന്നാൽ തീർച്ചയായിട്ടും അതിലും മാറ്റം ഉണ്ടാവും. ഇതെല്ലാം ഒരു ലൂപ്പ് പോലെയാണല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ടും കൊടുക്കുന്നു, കൊടുക്കൽ വാങ്ങലുകൾ തന്നെയാണ് എല്ലാം. അപ്പൊ ഇതിനകത്തെല്ലാം നമ്മൾ വീണ്ടും നമ്മളിലേക്ക് തന്നെ വരികയാണ്. മാറ്റം നമ്മളിൽ തന്നെ തുടങ്ങണം എന്നുള്ളതിന്റെ ഒരു ഇതാണ്, ആ ചോദ്യമാണ് ഞാൻ കണ്ടത്. മാഡം, ഈ ഞാൻ കണ്ടെടുത്തോളം പെൺകുട്ടികളും സ്ത്രീകളും, മാഡം എക്സെപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ പൊതുവെ ഈ ഫിക്ഷനിൽ തന്നെയാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വായനയാണെങ്കിലും സിനിമയാണെങ്കിലും. ഇപ്പൊ സന്തോഷ് കുളങ്ങരേന്റെ ചാനൽ കാണുന്ന എത്ര സ്ത്രീകൾ ഉണ്ടാവും? എനിക്ക് സംശയമാണത്. ഞാൻ എപ്പോഴും ആ ചാനലാണ് കാണാറ്. അതുകൊണ്ടല്ല. അപ്പൊ നോൺ ഫിക്ഷൻ വായന സ്ത്രീകളുടെ ഇടയിൽ വളരെ കുറവായതുകൊണ്ട് അത് കുട്ടികളിലേക്കും സംക്രമിക്കപ്പെടുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. മനുഷ്യരിൽ തന്നെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും. മനുഷ്യന്റെ ഇന്ററാക്ഷൻസിൽ ജീവിതം മുഴുവൻ അങ്ങനെ കഴിയാണ്, ഇന്ററാക്ഷൻസുമായിട്ട്. ലോകത്തിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അവർ അറിയുന്നോ കാണാൻ ശ്രദ്ധിക്കുന്നോ ഇല്ല, പുറത്തൊന്നും ഇറങ്ങി നടക്കുന്നില്ല. പിന്നെ മലയാളികൾ പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ മസിൽ പിടിച്ച് നടക്കുക എന്നുള്ളത്. മലയാളി എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ വല്ലാതെ മസിൽ പിടിച്ച് വളരെ ഗൗരവത്തിൽ, ഇപ്പം ഭാര്യയും ഭർത്താവും പോണത് രണ്ടാളും ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഒരു ഹോട്ടലിൽ ഭാര്യയും ഭർത്താവും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ആ സ്ത്രീ പിന്നെ കാണാൻ പോയി. അല്ല, അപ്പൊ അതും ഒരു പൊതുവെ മസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൗരവം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ് ഫ്ലഡ് റിലീസ് ചെയ്യുന്ന പറയുന്നത്.
അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺസ് ഒരുപാട് റിലീസ് ചെയ്തുകൊണ്ടാണ് മനുഷ്യനെ ഗൗരവത്തിൽ നിൽക്കുന്നത്. പോലീസ് ആയാലും പ്രൊഫസർ ആയാലും ഞാനായാലും. അപ്പൊ അത് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. അതവരെ അറിയുന്നില്ല. ഇങ്ങനെ ഗൗരവത്തിൽ നിന്നത് കൊണ്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നോ അങ്ങനെ എന്തും പറയോ? എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാൾ വളരെ ഗൗരവത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്ന് പറയോ? അപ്പൊ അതങ്ങനെയുള്ള കുറെ ആറ്റിറ്റ്യൂഡ്സിലുള്ള മാറ്റം ശരിക്കും വരുത്തണം. അതെ അതെ അതാ. ഓക്കെ മാഡം. മാം ടൈം പറഞ്ഞതിൽ അതെ നിന്ന് അതെ ഡിസ്കഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും എല്ലാവരും അവരവരുടെ എന്താ അവരുടെ പെർസ്പെക്റ്റീവും കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാഡം ഒരുക്കി. ആലിസ് മാം മ്യൂട്ടാ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇറങ്ങിപ്പോയിരുന്നു, കട്ടായി പോയി. മാഡം പറഞ്ഞ പോലെ ഇത് എല്ലാത്തിനും വി ഹാവ് ദ ചോയ്സ് ഈസ് അവേഴ്സ് അല്ലേ? അതും കൂടി നമുക്ക് പറയാം. നമുക്ക് ഒരെണ്ണം കാണണോ കാണണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതുപോലെ അതിനെപ്പറ്റി നമുക്ക് സോഷ്യൽ മീഡിയയിൽ എഴുതാം. അല്ലാതെ ഉള്ള എഴുത്തിനേക്കാൾ പിന്നെ ഇപ്പം ഓരോന്നിനും അതിന് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഫോൺ നമ്പർ പോലും ഉണ്ട് വിളിച്ച് പറയാനായിട്ട്. അപ്പം നമുക്ക് ഇത് ശരിയല്ല, ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് പറയാനുള്ള ഒരു അവകാശവും ദ ചോയ്സ് ഈസ് വിത്ത് അവേഴ്സ്. അപ്പൊ നമ്മൾ അതിന് തുനിയുന്നില്ല, എന്നിട്ട് തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാണ്. ശരിയാണ്, പലപ്പോഴും നമ്മൾ സീരിയലിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സീരിയൽ കാണണോ എന്ന് നമുക്ക് നിശ്ചയിക്കാം. സീരിയലിനെ പറ്റി അഭിപ്രായം നമുക്ക് വിളിച്ചു പറയാം. അവിടെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നല്ല ഞാൻ പറയുന്നത്. മാഡം പറഞ്ഞ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഒരു മാറ്റം വരും. അതെ. അതുപോലെ സിനിമ കാണുന്നത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി മുള്ളുകളുടെ മുകളിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിയാണത്, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തോ സംഭവിക്കും എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തിയിട്ട് നമ്മൾ പോയി ചെന്ന് കാണുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് കാണാൻ വന്നേ എന്ന് ചിന്തിക്കുന്ന കാര്യമുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിലൊരു ചോയ്സ് ഉണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി പേരന്റിങ്, എന്തിന്റെയും അടിസ്ഥാനം പേരന്റിങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ പേരന്റിങ് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഈ യങ് മദേഴ്സിനെയൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ 24 hours മൊബൈൽ നോക്കിയിരുന്നിട്ട് നീ പോയി പഠിക്കടാ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ പഠിക്കാൻ പോകും? അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ സമൂലമായ മാറ്റം മാഡം പറഞ്ഞ സമൂലമായിട്ട് പേരൻസ്, ടീച്ചേഴ്സ്, മീഡിയ, അതുപോലെ എല്ലാവരും ഒരുമിച്ച് സൊസൈറ്റിയിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതാണ്. പിന്നെ മാം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവയർനെസ് ഉള്ളവരുണ്ടല്ലോ, ഇപ്പൊ റെസ്പിറേറ്ററി മെഡിസിനെ കുറിച്ച് നല്ല അവയർനെസ് ഉള്ളവര്, എല്ലാവരും നല്ല അവയർനെസ് ഉള്ളവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ലേ? അപ്പൊ ഈ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവര് ഒരുപാടധികം എത്രത്തോളം ക്വാളിഫൈഡ് ആണ്? കാരണം പലപ്പോഴും ഈ യൂട്യൂബ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ വെച്ച് ഇപ്പൊ കൊറോണ സമയത്തൊക്കെ ഈ നാരങ്ങ കഴിച്ച് ഞങ്ങൾ പല്ല് ഇങ്ങനെ ദ്രവിച്ചു പോയി, അത് കഴിച്ചു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ വരില്ല എന്നുള്ള ഒരു അവയർനെസ്, അത് ഒത്തന്റിക് ആണോ ഇതൊന്നും ഒരു പരിശോധന ഇല്ലാണ്ട് 80% ഓഫ് റോങ് ഇൻഫർമേഷനാ അതിൽ വീണു പോകുന്നുണ്ട്. അതെങ്ങനെയാ ഒരു തടയാൻ പറ്റണേ? അത് നമുക്ക് ഒരു മുൻപ് ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാം കണ്ടത് ഓർക്കുന്നു. ഒരാള് വേദിയിലേക്ക് കടന്നു വരുന്നതിനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് വരിക. സിഗരറ്റ് വലിച്ചുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ എല്ലാവരും സിഗരറ്റ് വലിക്കെതിരെ സംസാരിക്കുന്നു, പക്ഷെ ഞാൻ പറയുന്നത് ഈ സിഗരറ്റ് വലിച്ചാൽ ബ്രെയിനിന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഗുണം ഇത്, രണ്ടാമത്തെ ഗുണം ഇത്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഓരോന്ന് പറയുന്നു, സ്റ്റഡികൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സിഗരറ്റ് വലിക്കാത്തവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പാതകമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയെങ്കിലും നിങ്ങൾ ഇന്ന ഏജിൽ ഈ രീതിയിൽ മുതൽ നിങ്ങൾ ഈ സ്മോക്കിങ്ങിലേക്ക് കൊണ്ടുവരണം, അത് ഈ രീതിയിൽ വേണം സ്മോക്ക് ചെയ്യാൻ, ഇന്നതാണ് ഇതിനകത്തെ കാര്യങ്ങൾ എന്നെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് അദ്ദേഹം പറയാണ്, ഞാൻ ഈ പറഞ്ഞത് ഈ സദസ്സിലിരിക്കുന്ന 80% പേര് പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് വാക്കിന്റെ ശക്തി. അപ്പൊ ഈ വാക്കിന്റെ ശക്തി എന്നുള്ളതായിരുന്നു ഈ പ്രസംഗത്തിനുള്ള വിഷയം. അപ്പൊ അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ലെവലിൽ ആ പ്രസംഗത്തിലൂടെ 1ാം സ്ഥാനം കിട്ടുകയാണ്.
അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഈ എന്താ പറയുക, ഒന്നും ഇല്ലാത്തതിനെ പൊലിപ്പിച്ച് കാണിക്കാനൊക്കെ നാക്കുണ്ടെങ്കിൽ സാധിക്കും. ഈ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനും ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളതിനെ ഇല്ലാതെയാക്കാനും എല്ലാം നമ്മുടെ നാക്കുകൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഉള്ള നല്ല കഴിവുള്ള, അവർ നല്ലതിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, നല്ല കഴിവുള്ള ബില്യൺസ് ഓഫ് ആൾക്കാരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നതും ഈ വാക്കിന്റെ ശക്തി തന്നെയാണ്. നമ്മൾക്ക് ഒരു നന്നായി പഠിച്ചിട്ടുള്ള റെസ്പിറേറ്ററി മെഡിസിന്റെ ഉദാഹരണം പറഞ്ഞു. അത് നന്നായി കഴിവുള്ള ഒരാൾക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഷീ ഓർ ഹീ ഷുഡ് ട്രെയിൻ സംബഡി. നന്നായിട്ടൊരു കാര്യം പറയാൻ പറ്റുന്ന, ഉദാഹരണ സഹിതം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ ട്രെയിൻ ചെയ്യുക, ഇന്ന ഡോക്ടറെ തന്നെ അടുത്തിരുത്തിക്കൊണ്ട് അത് സംസാരിപ്പിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് നമുക്കുണ്ട്. അതുപോലെ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഡോക്ടർമാരും അവരും എല്ലാം പറയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്, നിങ്ങളത് വിശ്വസിക്കരുത്. പക്ഷെ അവരതിനെതിരെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ? നമ്മളിൽ ഇപ്പൊ പ്രചരിക്കുന്ന ഒരു കാര്യം ഇതാണെങ്കിൽ, ഇവിടെ ഒരു വലിയ സംഘടനയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള റീൽസ് വഴിയായിക്കോട്ടെ, അല്ലെ വാട്സാപ്പ് മെസ്സേജ് വഴിയായിക്കോട്ടെ, ഇതല്ല ഇതിന്റെ ശാസ്ത്രീയത, ഇതാണ് ഇതിന്റെ ശാസ്ത്രീയത, ഇന്നത് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കൊളോക്കിയലായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചിലച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് നിശബ്ദരായിരിക്കാൻ പറ്റില്ല. ഈ ചിലപ്പിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എന്തൊരു ശല്യമാണിത് എന്ന് വിചാരിച്ചിട്ടെങ്കിലും കുറച്ച് ആളുകൾ കുറെ കഴിയുമ്പം അവഗണിക്കുന്നവർ ഇത് കേട്ടു തുടങ്ങും. ആ കേട്ടു തുടങ്ങുന്നിടത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. പിന്നെ മാഡം ഉഷ മാം പറഞ്ഞതുപോലെ ഒരു വീഡിയോയിൽ വന്ന് നമുക്കൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ അത്തരത്തിലുള്ള അപ്രിഹെൻഷൻസ് ഒക്കെ നമ്മളുടെ ലക്ഷ്യം വലുതായതുകൊണ്ട് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലുള്ള കമന്റ്സ് വരും, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കും, ഇങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടെന്ന് പറയും. ലഡ്ഡം, അവരത് പറഞ്ഞോട്ടെ, നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറയുന്നതിനകത്ത് ഒരു ജെന്യുവിനിറ്റി ഉള്ളതിനാൽ, അതിനകത്തൊരു സത്യം ഉള്ളതിനാൽ അത് തീർച്ചയായിട്ടും അത് എത്തേണ്ടടുത്ത് ഏതെങ്കിലും ഒരു സമയത്ത് എത്തിയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് 43 മാസം മുമ്പ് പ്രചോദന ഒരു ബുക്ക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇപ്പൊ രമേശ് സാറ് സൂചിപ്പിച്ചു, കാരണം അതിൽ കൂടുതലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറീസും സെൽഫ് ഹെൽപ്പും വരുന്ന തന്നെ, ഓട്ടോബയോഗ്രഫി തന്നെയാണ് നമ്മൾ അതിൽ കൂടുതൽ എടുക്കുന്നത്. ഇന്ന് തിരിഞ്ഞ് ഞങ്ങൾക്ക്, അന്ന് ഞങ്ങൾ തുടങ്ങിയപ്പോ എന്ത് മണ്ടത്തരാന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പ്രചോദനയ്ക്ക് പറയാം, ഞങ്ങൾ 43 പുസ്തകം 43 മാസം കൊണ്ട് വായിച്ചു എന്നുള്ള അതിന്റെ ഒരു ഇൻസൈറ്റിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് പ്രചോദനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരുപാടധികം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രചോദനയുടെ ഭാഗത്തുനിന്ന് കൊടുത്തു തുടങ്ങും എന്നൊരു ഉറപ്പ് ഞാൻ മാഡത്തിന് തരുവാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നമ്മൾ കുറെ വെനസ്ഡേ ഇൻസൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത്ര വലിയ വീഡിയോ ചെയ്യാൻ കഴിവുണ്ടായിട്ടോ അറിവുണ്ടായിട്ടോ ഒന്നുമല്ല. കുറെ വെനസ്ഡേ ഇൻസൈറ്റ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രചോദനം. പക്ഷെ അത് ഓരോ ടോപ്പിക് എടുത്തിട്ട് ചെറിയ ചെറിയ കഥകളിൽ കൂടി, ഈ തെറാപ്യൂട്ടിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ കഥകളും ചെറിയ ചെറിയ അതിനകത്തൊരു മെസ്സേജുമായിട്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നൊന്ന് പിൻവലിഞ്ഞത്. കാരണം ക്രിട്ടിക്കലായിട്ടൊന്നും ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് ആ ബ്ലോക്ക് നമുക്ക് മറികടക്കാം. ഓക്കെ മാം, വിലപ്പെട്ട സമയം, ഒരുപാട് സമയം ഞങ്ങൾക്ക് തന്നു. തീർച്ചയായിട്ടും ഇത് ഒരുപാട് വീടുകളിൽ ഞങ്ങളിലൂടെയും ഇത് കേട്ടോണ്ടിരുന്ന വീഡിയോ റെക്കോർഡിങ്ങിലൂടെയും ഒരുപാട് വീടുകളിലേക്ക് ഈ ശബ്ദം എത്തട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.